ബഹുമാനപ്പെട്ട ഗുരുനാഥാക്കന്മാർ, അതുപോലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, അവരുടെ രക്ഷിതാക്കന്മാരെ, എല്ലാവരെയും ഞാൻ ആദ്യമായി തന്നെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം, ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്ന ഒരു ഏരിയ സ്പോർട്സ് മേഖലയിലെ കരിയർ സാധ്യതകൾ. അഥവാ ഒരുപാട് ആളുകൾക്ക് ചെറിയ പ്രായത്തിൽ, അത് ആൺകുട്ടിയെന്നോ പെൺകുട്ടിയെന്നോ എനിക്ക് വ്യത്യാസമില്ലാതെ സ്പോർട്സ് മേഖലയിൽ നല്ല താല്പര്യമാണ്. അതിനെ എങ്ങനെ നമ്മൾ കരിയറാക്കി മാറ്റാം, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു താല്പര്യമുള്ള മേഖല, നമ്മുടെ ഒരു ഹോബി, അതിനെ നമുക്ക് എങ്ങനെ നമ്മൾ കരിയറാക്കി മാറ്റാം, അതിന്റെ ഡിഫറെന്റ് ആയിരിക്കുന്ന സാധ്യതകൾ എന്തെല്ലാം, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിൽ നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾ, അതുപോലെ നിങ്ങൾക്ക് എങ്ങനെയെല്ലാം നിങ്ങൾക്ക് വാതിലുകൾ തുറക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അതിൽ സ്പോർട്സ് മേഖല നമ്മുടെ ഒരു ഡിഫറെന്റ് ആയിട്ട് നമുക്ക് തരംതിരിക്കാം. ഈ സ്പോർട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ നമ്മളെ കുട്ടികളും കാണുന്ന പ്ലേയേഴ്സ് ആയിട്ടാണ്. പ്ലേയേഴ്സിനെ നമുക്ക് ഡിഫറെന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. പ്ലേയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽസ് പ്ലേയേഴ്സ് ഉണ്ട്, അഥവാ നമ്മുടെ അത്ലറ്റിക്സ്, സ്വിമ്മേഴ്സ്, അതെല്ലാം നമ്മുടെ ഇൻഡിവിജ്വൽ ഐറ്റമാണ്, നമുക്കറിയാം, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള. പിന്നെ നമ്മുടെ ടീം ഐറ്റംസ് ഉണ്ട്, നമുക്കറിയാം, ഫുട്ബോള്, ക്രിക്കറ്റ്, വോളിബോള്. അതുപോലെ നമ്മുടെ അഡ്വഞ്ചർ ഐറ്റംസ് ഉണ്ട്, നമുക്കറിയാം, നമ്മുടെ കയാക്കിങ്, അതേപോലെ പിന്നെ അങ്ങനെയുള്ള സംഭവങ്ങൾ. പിന്നെ പാരലൽ ഒളിമ്പിക്സ് പോലെയുള്ള നമ്മുടെ ഹാൻഡിക്യാപ്ഡ്, മീൻസ് നമ്മുടെ സ്പെഷ്യൽ ഏരിയയുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള മേഖലയുണ്ട്. അങ്ങനെ നാലായിട്ട് പ്ലേയേഴ്സിനെ തിരിക്കാം. നാല് നമ്മുടെ ഏരിയ ഏതാ കണ്ടെത്തിയിട്ട് പ്ലേയേഴ്സ്. മറ്റൊന്നാണ് നമുക്ക് മാനേജ്മെന്റ്, അഥവാ ടീമിന്റെ അഥവാ ടീം മാനേജ്മെന്റ്. അങ്ങനെ പല ഇതിലേക്ക് MBA, അതേപോലെ ഡിപ്ലോമ കോഴ്സുകൾ, അങ്ങനെ പലതും എടുത്തിട്ട് നമ്മൾ ടീമിന്റെ, നമുക്ക് താല്പര്യമുള്ള ടീമുകളുടെയൊക്കെ പല ഏരിയയിലായിട്ട് നമുക്ക് സഹകരിക്കുക, ടീമുകളെ നമുക്ക് സപ്പോർട്ട് ചെയ്ത് പോകുന്ന ഒരു ഏരിയ ഉണ്ട്. പിന്നെ കോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഏത് ടീമിന്റെയും അഭിവാജ്യ ഘടകമാണ്. പ്ലേയേഴ്സിനെ ഡെവലപ്പ് ചെയ്യുന്നത് നമുക്കറിയാം, കിങ്ങിനെ ഉണ്ടാക്കുന്നതിനേക്കാളും ഒരു കിങ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വലിയ സംഭവം എന്ന് പറഞ്ഞതുപോലെ ഈ കോച്ചിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് അക്കാദമികളുണ്ട്, ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. നല്ല നല്ല അക്കാദമികളെല്ലാം ഇന്ത്യയിലുടനീളമുണ്ട്. അത് കേരളത്തിന് ഉള്ളിലും പുറത്തും അങ്ങനെ നല്ല സാധ്യതകളുടെ സംഭവം. അതേപോലെ നമുക്കുള്ളതാണ് ന്യൂട്രീഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, അഥവാ നമുക്കറിയാം, ഒരു ഡയറ്റ്, അത് എല്ലാം വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഒരു സ്പോർട്സ് താരത്തിനെ കുറിച്ച്. നമുക്ക് ഭക്ഷണം ആണല്ലോ എല്ലാത്തിൻ്റെയും പിന്നെ എനർജിയുടെ സ്രോതസ്, അതുണ്ടെങ്കിലേ നമുക്ക് എല്ലാ കാര്യങ്ങളും നടക്കത്തുള്ളൂ. അതൊരു നല്ലൊരു ഏരിയ ആണ്. പിന്നെ ഫിസിയോതെറാപ്പിസ്റ്റ് നമുക്ക് ഇഞ്ചുറികൾ വരും, അതിന് മിനിമം ഇതിലേക്ക് കൊണ്ടുവരാൻ. അതുപോലെ മറ്റു ഏരിയ, വിശാലമായ ഏരിയ ഫിസിയോതെറാപ്പിയുടെ ഏരിയ. പിന്നെ സ്പോർട്സ് മെഡിസിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ഇഞ്ചുറി വന്നാൽ, സ്പോർട്സിൽ ഇഞ്ചുറി വന്നാൽ സ്പോർട്സ് മെഡിസിനിൽ ഇരിക്കുന്ന ആളുകളുടെ അടുത്തേക്കാണ് നമ്മൾ പെട്ടെന്ന് പോവുക. അത് നോർമൽ ഓർത്തോവിനേക്കാളും നമ്മൾ സ്പോർട്സ് മെഡിസിനെ സ്പെസിഫൈ ചെയ്ത് പോകും. അതുപോലെ നല്ല നല്ല താരങ്ങൾ എല്ലാം അറ്റൻഡ് ചെയ്യുന്നത് സ്പോർട്സ് മെഡിസിന്റെ ആളുകളുടെ അടുത്താണ്. മറ്റൊന്ന് യോഗ. സ്പോർട്സിന്റെ ആണോ എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഇന്ത്യയിൽ ഇനിയുള്ള കാലങ്ങളിൽ വലിയ സാധ്യതയുള്ള, അല്ലെങ്കിൽ ലോകത്തിന് മുന്നിൽ തന്നെ വലിയ സാധ്യതയുള്ള മേഖലയാണ് യോഗയിൽ ഇന്ത്യയാണ് അതിന്റെ ഹബ്ബായിട്ട് വരുന്നത്. അപ്പം അതിന്റെ ഒരു ഏരിയ വലിയൊരു ഏരിയ ആണ്. പിന്നെ ബയോമെക്കാനിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടി സ്പെസിഫൈ ചെയ്തു പോയി, സ്പോർട്സ് താരങ്ങളുടെ മൂവ്മെന്റ്, അതേപോലെ എങ്ങനെയെല്ലാം അത് സ്പീഡ് കൂട്ടാം, കുറക്കാം, അതുപോലെ ഇഞ്ചുറി രീതിയിൽ എങ്ങനെ ചെയ്യാം, അതേപോലെയുള്ള റിസർച്ച് ചെയ്യാം, സ്പോർട്സ് താരങ്ങൾക്ക് നമ്മൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക, അതെല്ലാമാണ് ഈ ബയോമെക്കാനിക്സ്. ഇത് വലിയ വലിയ അക്കാദമികൾ, സായി, അതേപോലെ വലിയ വലിയ അക്കാദമികളിലെല്ലാം ബയോമെക്കാനിക്സിന്റെ സേവനം നേടുന്നുണ്ട്. പിന്നെ ജേർണലിസ്റ്റ്, നമുക്കറിയാം, സ്പോർട്സ് ജേർണലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ദിവസവും നമ്മൾ സാധാരണ പത്രങ്ങളിൽ തന്നെ 2-3 പേജ് സ്പോർട്സിന് വേണ്ടി കൊടുക്കും. അതേപോലെ ചാനലുകൾ, അതുപോലെ നമുക്ക് സ്വന്തമായിട്ട് യൂട്യൂബ്, അങ്ങനെ എല്ലാം ജേർണലിസത്തിന്റെ വിശാലമായ ഏരിയ ആണ്. അതേപോലെ സൈക്കോളജിസ്റ്റ്, സ്പോർട്സ് സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ താരങ്ങൾക്ക് മാനസിക കൊടുക്കുക, ടീം സ്പിരിറ്റ് ഉണ്ടാക്കുക, അതേപോലെ അവർക്ക് പ്രഷർ കുറക്കുക, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന എല്ലാ ടീമിലും ഉണ്ടാകുന്ന സൈക്കോളജിസ്റ്റുകൾ ഉണ്ടാവും. ഇങ്ങനെയെല്ലാമാണ് ഇതിന്റെ ഏരിയകളെ നമുക്ക് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം ഓരോ മേഖലയും നമുക്ക് എവിടേക്കാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉള്ളത്, ഏതൊക്കെ ഇന്ത്യയിലെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതാണ്, അതേപോലെ ഏതൊക്കെ കോഴ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. എല്ലാ ആളുകൾക്കും അറിയാമെന്ന് വിചാരിക്കുന്നത്
ആദ്യം കാണുന്നത് ഇന്ത്യയുടെ ക്രിക്കറ്റ് മാൻ, അതുപോലെ നമ്മുടെ രണ്ടാമത് നമ്മുടെ IM വിജയൻ, മൂന്നാമത് PT ഉഷ, നാലാമത് കാണുന്നത് എല്ലാവർക്കും അറിയുമെന്ന് അറിയില്ല, മിൽഖ സിംഗ് എന്ന് പറയും. ഒരു നമ്മുടെ ഇന്ത്യയുടെ അത്ലറ്റിക്സിന്റെ ഒരു കാലഘട്ട ചരിത്രമായിരുന്നു മിൽഖ സിംഗ്, പറക്കും സിംഗ് എന്ന് പറയപ്പെടുന്നുണ്ട്. നോക്കാം. നമുക്കറിയാം നമ്മുടെ ഇനിയുള്ള ഭാഗങ്ങൾ വെരി ഇമ്പോർട്ടന്റ് കാര്യത്തിൽ കിടക്കുകയാണ്. ഒരു കുട്ടി എന്ന കാലഘട്ടത്തിൽ, ചെറിയ പ്രായഘട്ടത്തിൽ എങ്ങനെയെല്ലാം സ്പോർട്സിന് കേരളത്തിൽ എവിടെയൊക്കെ സ്കൂളുകളുണ്ട് അല്ലെങ്കിൽ എവിടെയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നോക്കാം. ഒന്നാമത് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ കുറെ സ്ഥലങ്ങൾ കേരളത്തിലുണ്ട്. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ഈ കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ഏകദേശം 20 സെന്ററുകൾ കേരളത്തിലുടനീളം വ്യാപിച്ചു കിടക്കുന്നുണ്ട്. ഉദാഹരണത്തിന് അതിന് ഓരോ സ്ഥലത്തും സ്പെസിഫൈ ചെയ്ത് ഓരോ സ്ഥലമുണ്ട്. ഉദാഹരണം MSP മലപ്പുറം ആണെങ്കിൽ ഫുട്ബോളിന് സ്പെസിഫൈ ചെയ്ത് കിടക്കുകയാണ്. വയനാട് സ്പോർട്സ് കൗൺസിലിന്റെ ഓപ്തിയില് അത്ലറ്റിക്സിന്, അതേപോലെ ഫെൻസിങ് ഒക്കെയുള്ള ഐറ്റംസിന് വെരി ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ ഓരോ സ്ഥലത്തും നമുക്ക് സ്പെസിഫൈ ചെയ്ത് 20 സെന്ററുകളുണ്ട് കേരളത്തിലുടനീളം സ്പോർട്സ് കൗൺസിലിന്റെ. അതിലേക്കുള്ള സെലക്ഷൻ 6ാം ക്ലാസ്സിൽ നിന്ന് 7ാം ക്ലാസ്സിലേക്ക്, ചെറിയ പ്രായത്തിൽ 6ൽ നിന്ന് 7ലേക്ക്, 7ൽ നിന്ന് 8ലേക്ക്, വെരി ഇയർലി സ്റ്റേജിൽ തന്നെ 6ൽ നിന്ന് 7ലേക്ക്, 7ൽ നിന്ന് 8ലേക്ക് എല്ലാമുള്ള പ്രായത്തിൽ നടത്തും. അതിന്റെ അഡ്മിഷൻ പ്രൊസീജിയർ ഒരു ജനുവരി മാസത്തിൽ സ്റ്റാർട്ട് ചെയ്യും. ഓരോ ഐറ്റംസിനനുസരിച്ച് ഓരോ ജില്ലാ അടിസ്ഥാനത്തിൽ ആണ് ഉണ്ടാവുക. അപ്പൊ അതിന്റെ സമയം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സാണ് അത്. കാരണം ഒരു ജനുവരി മാസത്തിലെല്ലാം അതിന്റെ അഡ്മിഷൻ നോട്ടിഫിക്കേഷൻ വരും. അതിന്റെ അഡ്മിഷൻ നോട്ടിഫിക്കേഷൻ നമുക്ക് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ www.sportscouncilkerala എന്ന് പറയും. www.sportscouncilkerala.gov.in എന്ന് പറഞ്ഞ സൈറ്റിൽ കയറാൻ നമുക്ക് പരിശോധിക്കാവുന്നതാണ്. നമുക്ക് നമ്മുടെ അഡ്മിഷൻ പ്രൊസീജിയർ, നമുക്ക് താല്പര്യമുള്ള മേഖല എല്ലാം സെലക്ട് ചെയ്ത് ചെറിയ പ്രായത്തിൽ തന്നെ കയറാം. പിന്നെ സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ് +1ലേക്കൊക്കെ അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. അതേപോലെ ഡിഗ്രിയിലേക്ക് ഒക്കെ ഇത് കൊടുക്കുന്നുണ്ട്, കുട്ടികളെ അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ട്. മറ്റൊരു അക്കാദമിയാണ് GB രാജ സ്പോർട്സ്. GB രാജ സ്പോർട്സ് സ്കൂൾ റൺ ചെയ്യുന്നത് നമ്മുടെ സ്പോർട്സ് ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡയറക്ടറേറ്റിന്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന GB രാജ സ്കൂൾ. കേരളത്തിലെ ആദ്യം ഈ GB രാജ സ്കൂളിലേക്ക് എങ്ങനെ അഡ്മിഷൻ മാസമായിട്ട് കുട്ടികളെ മീൻസ് താല്പര്യമുള്ള കുട്ടികളെ സെലക്ട് ചെയ്യും. അതിനുശേഷം അവരുടെ ഐറ്റം കണ്ടെത്തി കൊടുക്കുകയാണ് ചെയ്യുക. ഉദാഹരണത്തിന് ഒരു 10 കുട്ടികളെ എടുത്തു കഴിഞ്ഞാൽ അതിൽ 2 പേർക്ക് അത്ലറ്റിക്സ് ആണ് താല്പര്യമെങ്കിൽ 2 പേർക്ക് ഫുട്ബോളാണ്. അങ്ങനെ ഡിഫറെന്റ് ഐറ്റത്തിലേക്ക് പിന്നെയാണ് മാറ്റിയെടുക്കുക. അതിൽ നമുക്ക് ട്രിവാൻഡ്രം, അതുപോലെ തൃശ്ശൂര്, കോഴിക്കോടൊക്കെ സെന്റർ ഉണ്ട്. GB രാജ സ്പോർട്സ് സ്കൂൾ എന്ന് പറയും അതിന്. ഈ GB രാജ സ്പോർട്സ് സ്കൂളിന്റെ അണ്ടറിൽ കുന്നംകുളം, തൃശ്ശൂരിലെ കുന്നംകുളത്ത് ഒരു ഗവൺമെന്റ് വെക്കേഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ ജനറൽ ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ഒരു വെക്കേഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ 10ാം ക്ലാസ്സിന് ശേഷം സ്പോൺസർ ചെയ്തതാണ്. GB രാജ സ്കൂള് കുന്നംകുളത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ തിരുവനന്തപുരം VHCയിൽ ഫിസിക്കൽ എഡ്യൂക്കേഷന് വേണ്ടി മാത്രം ഒരു ഡിപ്ലോമ, VHCയിൽ ഒരു ഡിപ്ലോമ കോഴ്സ് ഉണ്ട്. നമുക്കറിയാം 10ന് ശേഷം കുട്ടികൾക്ക് അവിടെ എടുക്കാവുന്നതാണ്. 10ാം ക്ലാസ്സിന് ശേഷമാണ്. അതിൽ ട്രിവാൻഡ്രത്തും ഒരു സെന്ററേ ഉള്ളൂ. അത് GB രാജ സ്കൂളിന്റെ അണ്ടറിലാണ്. അങ്ങനെയാണ് നമുക്ക് GB രാജ സ്കൂളുകളെ കുറിച്ച് പറയാനുള്ളത്. ഡയറക്ടർ ഓഫ് സ്പോർട്സിന്റെ അണ്ടറിൽ നടത്തുന്ന ഒരു ഇതാണ്. അതേപോലെ നമുക്കുള്ള അയ്യങ്കാളി സ്പോർട്സ്, അത് SC/ST വിദ്യാർത്ഥികൾക്ക് ട്രിവാൻഡ്രത്തിലെ വെള്ളയാനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് അയ്യങ്കാളി മോഡൽ റെസിഡൻഷ്യൽ സ്പോർട്സ് സ്കൂൾ എന്ന് പറയും. അവിടേക്കും ഈ പറഞ്ഞ പോലെ 6ൽ നിന്ന് 7ലേക്ക്, 7ൽ നിന്ന് 8ലേക്ക് ഉള്ള ചെറിയ മക്കൾക്കാണ് സ്പോർട്സിലേക്ക് അഡ്മിഷൻ കിട്ടുക. അവിടെ നല്ല എക്സ്പോഷർ കിട്ടുന്ന സ്ഥലമാണ്. ഈ സ്പോർട്സ് കൗൺസിലിന്റെ കോച്ച്മാര് തന്നെയാണ് ഈ അയ്യങ്കാളി സ്കൂളിൽ സ്പോർട്സ് കൊടുക്കുന്നത്. കുട്ടികളെ SC/ST വിദ്യാർത്ഥിയിലെ കുട്ടികൾക്ക് നല്ല ഒരു ചാൻസ് ഉള്ള സ്ഥലമാണ് അയ്യങ്കാളി സ്പോർട്സ് സ്കൂൾ. പക്ഷെ അതിനൊരു സെന്ററേ ഉള്ളൂ, അത് ട്രിവാൻഡ്രത്ത് വെള്ളയാനി മാത്രമാണ്. GB രാജ സ്കൂൾ നമ്മൾ പറഞ്ഞു, അതിന് കേരളത്തിലുടനീളം ഡിഫറെന്റ് സ്ഥലത്തുണ്ട്. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന് നമ്മൾ പറഞ്ഞു 20 സെന്റർ കേരളത്തിലുണ്ട്. എല്ലാ ജില്ലയിലും തന്നെ ഡിഫറെന്റ് ഐറ്റംസിനാണ് ഡിഫറെന്റ് സ്ഥലത്ത് വരുന്നത്. നമ്മുടെ രാജ്യത്ത് ഇന്ത്യ എത്തിപ്പെടാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. എല്ലാവരും വെരി സീരിയസ് ആയിട്ട് സ്പോർട്സിലേക്ക് നോക്കുന്ന ആളുകൾ വളരെ നോട്ട് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ നമുക്ക് പറയാം. ഒന്നിൽ LNIT ഗോളിയറിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ, വെരി പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഇന്ത്യയിലെ.
LNI. അവിടെ ഒരുപാട് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ അവിടെയുള്ള കോഴ്സുകൾ നിങ്ങൾ നോട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്പോർട്സിലേക്ക് വെരി സീരിയസ് ആയി നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. LNIPയിൽ സ്പോൺസർ ചെയ്യുന്ന കോഴ്സുകൾ ഏതൊക്കെയാണെന്നുള്ളത്. BPEd അവിടെ കൊടുക്കുന്നുണ്ട്. MPEd, അതുപോലെ MSc സ്പോർട്സ് ബയോമെക്കാനിക്സ്. നമുക്ക് നേരത്തെ പറഞ്ഞു ബയോമെക്കാനിക്സ് എന്താണെന്നുള്ളത് പറഞ്ഞു. അതിൽ MSc സ്പോർട്സ് ബയോമെക്കാനിക്സ് കൊടുക്കുന്നുണ്ട്. സ്പോർട്സ് സൈക്കോളജി, നമ്മൾ നേരത്തെ പറഞ്ഞു സൈക്കോളജിയുടെ സാന്നിധ്യം എത്രത്തോളമാണ്, അത് സ്പോർട്സ് സൈക്കോളജി സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ PhD, അങ്ങനെ ഡിഫറെന്റ് സാധ്യതകൾ നൽകുന്ന ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. സ്പോർട്സിന്റെ ഏകദേശം എല്ലാ കോഴ്സും പ്രൊവൈഡ് ചെയ്യുന്ന LNIP വോളിയറിലുള്ള. അതിന്റെ ഒഫീഷ്യൽ ഒരു അഡ്രസ് സൈറ്റ് ഞാൻ പറഞ്ഞു തരാം. www.lnipe.edu.in. അതിൽ കയറി നമുക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ കോഴ്സുകളും നമുക്ക് അറിയാൻ പറ്റും. അവിടെ കിട്ടിയാൽ കഴിഞ്ഞാൽ ഒരു കുട്ടി സ്പോർട്സ് മേഖലയിൽ നമ്മൾ നേരത്തെ സ്പോർട്സിന്റെ ആ ചാർട്ട് കാണിച്ചിട്ട് എങ്ങോട്ട് തിരിയാൻ പറ്റും നോക്കില്ലേ, അതിൽ എല്ലാ മേഖലയിലേക്ക് തിരിക്കാൻ പറ്റുന്ന ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് LNIP. അടുത്തതാണ് NSNIP എന്ന് പറയുന്ന പാട്യാല, അഥവാ നേതാജി സുഭാഷ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ്. ഇതും ഈ പറയുന്നത് നമ്മുടെ രാജ്യത്തുള്ള ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്, നേതാജി സുഭാഷ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് പാട്യാല. അവിടെ ഡിപ്ലോമ ഇൻ കോച്ചിങ് 1 ഇയർ, അഥവാ ഏകദേശം എല്ലാ ഐറ്റം, ഫുട്ബോള്, അത്ലറ്റിക്സ്, പിന്നെ ക്രിക്കറ്റ്, ഡിഫറെന്റ് ഐറ്റംസിനുള്ള കോച്ചിങ്ങിന്റെ ഡിപ്ലോമ 1 ഇയറിന്റെ. അതുപോലെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്പോർട്സ് അതുപോലെ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ, കോച്ചിങ്ങിന് വേണ്ടിയുള്ള ഒരുപാട് സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ സ്പോർട്സ് സയൻസ് ആൻഡ് റിസർച്ച്, ആ മേഖലയിലെല്ലാം പ്രീമിയർ ആയിട്ട് ഇരിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് നേതാജി സുഭാഷ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് പാട്യാല. അതുപോലെ അടുത്തത് നാഷണൽ സ്പോർട്സ് യൂണിവേഴ്സിറ്റി ഇംഫാൽ, മണിപ്പൂരിലെ ഇംഫാൽ വർക്ക് ചെയ്യുന്ന നാഷണൽ സ്പോർട്സ് യൂണിവേഴ്സിറ്റി ഉണ്ട്. നാഷണൽ സ്പോർട്സ് യൂണിവേഴ്സിറ്റി BSc സ്പോർട്സ് കോച്ചിങ്, അതിന് BSc കോഴ്സ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുകയാണ്, BSc സ്പോർട്സ് കോച്ചിങ് എന്ന് പറയുന്നത്. അതുപോലെ BPEd ഉണ്ട്, MPEd ഉണ്ട്, MSc സ്പോർട്സ് കോച്ചിങ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു BSc MSc എല്ലാം സ്പോർട്സ് കോച്ചിങ് ഉണ്ട്. അതുപോലെ BPEd MPEd സ്പോർട്സ് സൈക്കോളജി എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് നാഷണൽ സ്പോർട്സ് യൂണിവേഴ്സിറ്റി. അതിന്റെ സൈറ്റ് ആണ് www.nsu.ac.in. www.nsu.ac.in എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെ കുറിച്ചുള്ള. പിന്നെ ഒന്നാണ് ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജ്. ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജിലാണ് നമ്മുടെ സ്പോർട്സ് മെഡിസിൻ വെരി ഇമ്പോർട്ടന്റ് മേഖല നമ്മൾ പറഞ്ഞു. ഈ MD ഇൻ സ്പോർട്സ് മെഡിസിൻ പ്രൊവൈഡ് ചെയ്യുന്നത് ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജിൽ നിന്നാണ്. ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജ് അത് എന്തിന്റെ ബേസിലാണ് അവർക്ക് റിക്രൂട്ട്മെന്റ് എന്ന് വെച്ചാൽ ആദ്യം MBBS കഴിഞ്ഞ ശേഷമാണ് സ്പെസിഫൈ ചെയ്ത് സ്പോർട്സ് മെഡിസിനിലേക്ക് കിടക്കുന്നത്. MD നീറ്റ് PG ബേസിലാണ്, നീറ്റ് PGയുടെ ബേസിലാണ് MD ഇൻ സ്പോർട്സ് മെഡിസിൻ. MD ഇൻ സ്പോർട്സ് മെഡിസിന്റെ സാധ്യത ഇന്ത്യയില് എല്ലാ മേജർ ടീമുകളുണ്ടല്ലോ, നമ്മുടെ എല്ലാ മേജർ ടീമുകളുടെയും അതുപോലെ നമ്മുടെ പ്രീമിയർ ആയിട്ട് ഇരിക്കുന്ന നമ്മുടെ എല്ലാ ക്ലബുകള്, ഇന്ത്യക്ക് പുറത്ത് അതീവ സാധ്യതയുള്ള മേഖലയാണ് MD ഇൻ സ്പോർട്സ് മെഡിസിൻ. അത് MBBSന് ശേഷമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്തതായി നമുക്ക് പറയാനുള്ളത് തമിഴ്നാട് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് സ്പോർട്സ് യൂണിവേഴ്സിറ്റി ചെന്നൈയിൽ പറഞ്ഞത്. തമിഴ്നാട് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് സ്പോർട്സ് യൂണിവേഴ്സിറ്റി ചെന്നൈ, അവിടെയാണ് BSc ആൻഡ് MSc സ്പോർട്സ് സയൻസ്, BScയും MScയും സ്പോർട്സ് സയൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നല്ല സാധ്യതയുള്ളതാണ്. നമുക്ക് ടീച്ചിങ് മേഖലയാണെങ്കിൽ MSc ആൻഡ് BSc സ്പോർട്സ് സയൻസ് ഉണ്ട്, BPEd MPEd. അതുപോലെ വെരി ഇമ്പോർട്ടൻറ്റ് നോട്ട് ചെയ്യേണ്ട കാര്യമാണ് MBA ആൻഡ് സ്പോർട്സ് മാനേജ്മെന്റ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്ന ഒരു സ്ഥലമാണ് TNPE. നമ്മൾ പറഞ്ഞ തമിഴ്നാട് സ്പോർട്സ് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. MBA സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് MBA ഇൻ സ്പോർട്സ് മാനേജ്മെന്റ്. നമുക്ക് അടുത്തത് നോക്കാം. ഗുരു നാനാക് ദേവ് യൂണിവേഴ്സിറ്റി അമൃത്സർ, പഞ്ചാബിലെ അമൃത്സറിൽ പറയുന്ന ഗുരു നാനാക് ദേവ് യൂണിവേഴ്സിറ്റി ഉണ്ട്. അവിടെ MSc സ്പോർട്സ് മെഡിസിൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പിന്നെ നമ്മുടെ ഗുരു നാനാക് ദേവില്. അതുപോലെ സ്പോർട്സ് ഫിസിയോതെറാപ്പി നമ്മൾ പറഞ്ഞു. അതുപോലെ BPEd MPEd. അതേപോലെ പിന്നെ അവിടെ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും നല്ല സ്പോർട്സ് യൂണിവേഴ്സിറ്റി അവർക്ക് കൊടുക്കുന്ന ഒരു അവാർഡ് ഉണ്ട്, MAKA മക്ക എന്ന് പറയും.
ആ അവാർഡ് റെഗുലറായി കിട്ടുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ഗുരു നാനാക് ദേവ് യൂണിവേഴ്സിറ്റി. അഥവാ അവരുടെ കരിക്കുലം നല്ല കരിക്കുലാണ്. അവര് BPEഡില്, MPEഡില്, അതുപോലെ സ്പോർട്സ് മെഡിസിൻ, സ്പോർട്സ്, ഫിസിയോതെറാപ്പി ആ മേഖലയിലെല്ലാം അവർ ഇന്ത്യയിൽ പ്രീമിയർ സ്ഥാപനം തന്നെയാണ്. അവരുടെ ഇതിലേക്ക് നമുക്ക് അവരുടെ സൈറ്റ് www.jgndu എന്ന സൈറ്റിൽ നമുക്ക് കയറി നോക്കിയാൽ അവരുടെ വിശദമായ ഡാറ്റകൾ നമുക്ക് കിട്ടും. അതേപോലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് മാനേജ്മെന്റ് മുംബൈ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് മാനേജ്മെന്റ് മുംബൈയിൽ വർക്ക് ചെയ്യുന്ന, അവിടെ സ്പോർട്സിലെ MBA, പിന്നെ അതുപോലെ BBA നമുക്കറിയാലോ. അത് ഈ MBA സ്പോർട്സ് മാനേജ്മെന്റ് സ്പെസിഫൈ ചെയ്ത ഒരു സ്ഥലമാണ്. നമ്മൾ നേരത്തെ തമിഴ്നാട് സ്പോർട്സ് യൂണിവേഴ്സിറ്റിയുടെ അവർക്ക് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ MBA ഇൻ സ്പോർട്സ് മാനേജ്മെന്റ് സ്പെസിഫൈ ആയിട്ടുള്ള സ്ഥലമാണ്. അതേപോലെ അവിടെ ഡിപ്ലോമ കോഴ്സുകൾ മാനേജ്മെന്റിലെ ഡിപ്ലോമ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് മാനേജ്മെന്റിന്റെ പ്രത്യേകത നമ്മുടെ ഇന്ത്യയിലെ ISL, അതേപോലെ IPL, BCCI, ICCI അങ്ങനെയുള്ള വൻകിട എല്ലാ ഇൻഡസ്ട്രികളും ഇവരുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ MBA കഴിഞ്ഞാൽ അതിലേക്കുള്ള സാധ്യത പെട്ടെന്നാണ്. പ്ലേസ്മെന്റ് വെരി ഹൈ എമൗണ്ടാണ് കിടക്കുന്നത് സ്പോർട്സ് മാനേജ്മെന്റ് മേഖലയിൽ. ഇന്ത്യയുടെ പുറത്തുള്ള പ്രീമിയർ ലീഗുകൾ അങ്ങനത്തിലേക്കൊക്കെ നല്ല റിക്രൂട്ട്മെന്റ് നടക്കുന്ന ഒരു സ്ഥാപനമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് മുംബൈ. യൂണിവേഴ്സിറ്റി നോയിഡ, അതുപോലെ ജെയിൻ ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ് ബാംഗ്ലൂർ ജെയിൻ യൂണിവേഴ്സിറ്റി. അവിടെ എല്ലാം ഉള്ളത് BSc MSc സ്പോർട്സ് സയൻസ് ഉണ്ട്, BBA MBA സ്പോർട്സ് മാനേജ്മെന്റ്, സ്പോർട്സ് കോച്ചിങ്, ഫിറ്റ്നസ് ട്രെയിനിങ് അതെല്ലാം ഉണ്ട്. നമ്മുടെ എല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആ മുകളിൽ പറഞ്ഞ എല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. MBA പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, BBA പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നമ്മുടെ സ്പോർട്സ് മെഡിസിൻ സയൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ കോച്ചിങ്, സർട്ടിഫിക്കറ്റ്, സ്പോർട്സ് കോച്ചിങ്, ഫിറ്റ്നസ് ട്രെയിനേഴ്സിന്റെ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ജെയിൻ യൂണിവേഴ്സിറ്റി ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ് ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്നത്. അതുപോലെ അമിറ്റി യൂണിവേഴ്സിറ്റി നോയിഡയിൽ വർക്ക് ചെയ്യുന്നത്. അതെല്ലാം ആ ഒരു ഏരിയയിൽ നമുക്ക് സ്പെസിഫൈ ചെയ്ത് ഉള്ള മേഖലയാണ്. അതുപോലെ നമുക്ക് കേരളത്തിലുള്ള സ്പോർട്സിന് ഇനി യൂണിവേഴ്സിറ്റി തലങ്ങളിലേക്ക് വരുമ്പോൾ, കോളേജ് തലങ്ങളിലേക്ക് വരുമ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കേരളത്തിലുള്ള നമുക്കറിയാം പ്രധാനമായിട്ടുള്ള കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റി, എഡ്യൂക്കേഷൻ ട്രിവാൻഡ്രം തന്നെയാണ്. പിന്നെ LNCP ഞാൻ അവിടെ പറഞ്ഞിരിക്കുന്നത് LNCP നമ്മുടെ ട്രിവാൻഡ്രം കാര്യവട്ടത്തുള്ള LNCP ആണ്. അത് നമുക്ക് ഒന്നുകൂടി സ്പെസിഫൈ ചെയ്ത് പറയാം. പക്ഷെ എന്നിരുന്നാലും LNCP നമ്മുടെ കേരളത്തിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം ഇവിടെ തന്നെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. കേരളത്തിലെ ഒരു പ്രീമിയർ ആയിട്ടുള്ള സ്ഥാപനങ്ങളാണ്. സായി എന്ന് പറയുന്നത്, അതിലേക്ക് ഞാൻ വരാം. കേരള യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ കേരള യൂണിവേഴ്സിറ്റി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഉണ്ട്. അതേപോലെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി കോട്ടയം, അതിന്റെ അണ്ടറിലാണ് കുര്യാക്കോസ് ഏരിയാസ് കോളേജ്, അഫിലിയേറ്റഡ് കോളേജാണ് കുര്യാക്കോസ് ഏരിയാസ് കോളേജ്. അത് സ്പോർട്സ് ഒരുപാട് നല്ല റിസൾട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോളേജാണ്. അതേപോലെ സെന്റ് തോമസ് കോളേജ് പാല, അവിടുത്തെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ നല്ല ഇതാണ്. കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ അതും MG യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലുള്ള, അതും നല്ലൊരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ സാധ്യതയുള്ള സ്ഥലമാണ്. അതേപോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അണ്ടറിലുള്ള ഗവൺമെന്റ് കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഈസ്റ്റിൽ, കോഴിക്കോട് ഈസ്റ്റിൽ വർക്ക് ചെയ്യുന്ന ഗവൺമെന്റ് കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ. അതുപോലെ ക്രിസ്റ്റ് ഇരിങ്ങാലക്കുട, ക്രിസ്റ്റ് കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ, അത് നമുക്കറിയാം, ക്രിസ്റ്റ് ഇരിങ്ങാലക്കുട. അതുപോലെ സ്നേഹ കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ വടകര. MES കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ചാത്തമംഗലം, MES കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ചാത്തമംഗലം. ഇവയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരുന്ന മെയിൻ ആയിട്ട് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഭാഗത്തേക്ക് പോകാൻ സാധ്യത. അതുപോലെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വരുന്ന 3 കോളേജുകളാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഗവൺമെന്റ് കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കണ്ണൂർ, കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ തലശ്ശേരി, കണ്ണൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ മങ്ങാട്ടുപറമ്പ്. ഇവ 3 തന്നെ പ്രധാനമായിട്ടുമുള്ള സ്ഥാപനങ്ങളായിരുന്നു. നമുക്ക് ഇനി അടുത്തത് ക്രിക്കറ്റ് കൗൺസിൽ. നമ്മൾ നേരത്തെ പറഞ്ഞു അത്ലറ്റിക്സ്, ഫുട്ബോള്, വോളിബോള് എല്ലാം നമ്മുടെ കുട്ടികൾക്ക് എങ്ങനെ കയറാം, എങ്ങനെ എത്തിപ്പെടാം എന്നൊക്കെ നമ്മൾ പറഞ്ഞപ്പോൾ ഇന്ന് ക്രിക്കറ്റിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ലായിരുന്നു. ക്രിക്കറ്റിന്റെ വിങ് സെപ്പറേറ്റ് വിങ് തന്നെയാണ്. ക്രിക്കറ്റ് കൗൺസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗവൺമെന്റ് സ്പോൺസർ അല്ല. അവര് ഒരു ക്രിക്കറ്റ് കൗൺസിൽ എന്ന് പറഞ്ഞ ഒരു സെപ്പറേറ്റ് വിങ് തന്നെയാണ്, ഇൻഡിപെൻഡന്റ് വിങ് ആണ്. അത് ലോക ക്രിക്കറ്റിൽ നിയന്ത്രിക്കുന്ന ICC, നിങ്ങൾക്കറിയായിരിക്കും. അതിന്റെ ആസ്ഥാനം ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ ദുബായ് ആണ്. അവരുടെ അണ്ടറിലാണ് ഓരോ രാജ്യത്തുമുള്ള ക്രിക്കറ്റ് കൗൺസിലുകൾ. നമ്മുടെ ഇന്ത്യയിലുള്ള ക്രിക്കറ്റ് കൗൺസിലിന്റെ പിന്നെ ഇതാണ് BCCI, നിങ്ങൾക്ക് അറിയായിരിക്കും. ഈ BCCI ബോർഡ് ഓഫ് ക്രിക്കറ്റ് കൗൺസിൽ,
അതിന്റെ ആസ്ഥാനം മുംബൈയാണ്. ഈ ബോർഡ് ഓഫ് ക്രിക്കറ്റ് കൗൺസിൽ എല്ലാ സ്റ്റേറ്റിലും അവർക്ക് ക്രിക്കറ്റ് കൗൺസിലുകളുണ്ട്. അവർക്ക് നല്ല ഫണ്ടിങ് ഉള്ള ഒരു ഇതാണ്. അത് സ്വതന്ത്രമായ സ്ഥാപനമാണ്, പക്ഷെ അവിടെയുള്ള നല്ല ഫണ്ടിങ് ആണ്. അവർക്ക് നല്ല സ്വന്തമായിട്ടുള്ള സ്ഥാപനം BCCI മുംബൈ, അവരുടെ എല്ലാ സ്റ്റേറ്റിലുമുള്ള സ്ഥാപനങ്ങളുണ്ട്. ആ ഈ എല്ലാ സ്റ്റേറ്റിലും ഉദാഹരണം പറഞ്ഞാൽ കേരള ക്രിക്കറ്റ് കൗൺസിൽ, കൗൺസിൽ അസോസിയേഷൻ, കേരള ക്രിക്കറ്റ് അസോസിയേഷൻ എന്ന് പറയും. അത് കേരളത്തിന്റെ ഒരു സ്ഥാപനമാണ്. ഇവർക്ക് 14 ജില്ലകളിലും ടീം ഉണ്ടാവും. കേരളത്തിലെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ 14 ജില്ലയിലും ടീമുണ്ട്. വയനാട് ടീമുണ്ട്, മലപ്പുറം ടീമുണ്ട്, തൃശ്ശൂർ ടീമുണ്ട്, കോട്ടയം ടീമുണ്ട്, ട്രിവാൻഡ്രം ടീമുണ്ട്. അങ്ങനെ ഡിഫറെന്റ് ടീം അവർക്കുണ്ടാവും. അതിൽ ബോയ്സിനും ഗേൾസിനും ക്രിക്കറ്റ് സാധ്യതയുള്ള കുട്ടികൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ബോയ്സിനും ഗേൾസിനും അതിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ഒന്ന് അണ്ടർ 40 ബോയ്സിന്, അണ്ടർ 16, അണ്ടർ 19, അണ്ടർ 23, ഇങ്ങനെ 4 തരത്തിലേക്കാണ് റിക്രൂട്ട്മെന്റ് വരിക. അണ്ടർ 14, അണ്ടർ 16, അണ്ടർ 19, അണ്ടർ 23, ഇങ്ങനെ 4 തരത്തിലേക്ക് വരും. അത് കഴിഞ്ഞാൽ സീനിയർ ആണ് വരുന്നത്. അതുപോലെ ഗേൾസിന് അണ്ടർ 50, അണ്ടർ 19, അണ്ടർ 23, 3 കാറ്റഗറി. ജെൻസിന് അണ്ടർ 14 ഉണ്ടായിരുന്നു, ലേഡീസിന് അണ്ടർ 15 ആണ് വരുന്നത്. അണ്ടർ 15, അണ്ടർ 19, അണ്ടർ 23, ഇങ്ങനെയുള്ള കാറ്റഗറിയിലേക്കാണ് പെൺകുട്ടികൾക്ക് റിക്രൂട്ട്മെന്റ് വരുന്നത്. അതാത് ജില്ലയിൽ നടത്തുന്ന റിക്രൂട്ട്മെന്റിൽ അവർക്ക് ജില്ലയിലേക്ക് സ്പോൺസർ ചെയ്യും, അങ്ങനെയാണ് കിട്ടുന്നത്. അതിന് സീനിയറിന് വേറെ തന്നെ അക്കാദമി ഉണ്ട്. ഇനി സ്പോർട്സ് കൗൺസിലിന്റെ അക്കാദമികൾ ഉണ്ട് കേരളത്തിൽ. അത് 3 അക്കാദമികളുള്ളത്, 2 ലേഡീസിനും 1 ജെൻസിനും. പിന്നെ ലേഡീസിന്റെ ഒന്ന് വയനാടാണ്, കൃഷ്ണഗിരി സ്റ്റേഡിയം. അതുപോലെ ഒന്ന് കോട്ടയത്താണ്. അവിടേക്ക് നമുക്ക് റിക്രൂട്ട്മെന്റ് നമ്മളെ മക്കളെ ഈ പറഞ്ഞതുപോലെ അണ്ടർ 15, അണ്ടർ 19, അണ്ടർ 23 സീനിയറിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർക്കുള്ള എല്ലാ കാര്യങ്ങളും, അവരുടെ എഡ്യൂക്കേഷൻ, അവരുടെ പിന്നെ മറ്റു അനുബന്ധ കാര്യങ്ങൾ എല്ലാം തന്നെ കൗൺസിൽ നോക്കും. അത് 2 സ്ഥലത്താണുള്ളത്, വയനാട്, കോട്ടയം. അതുപോലെ തന്നെ മെൻസ് ആൺകുട്ടികൾക്കുള്ള തൊടുപുഴയിലാണ് അതുള്ളത്. അതും ഈ പറഞ്ഞതുപോലെ നോക്കി നല്ല ഒരു സാധ്യതകളാണ്. അതുപോലെ നമുക്ക് രാജ്യാന്തര തലത്തിൽ നമുക്ക് പഠിക്കാവുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട് പിന്നെ ക്രിക്കറ്റിന്റെ മേഖലയിൽ. നാഷണൽ ക്രിക്കറ്റ് അക്കാദമി ബാംഗ്ലൂർ, പക്ഷെ അതിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നമുക്ക് ഡയറക്റ്റ് വരുന്നില്ല. നാഷണൽ ക്രിക്കറ്റ് അക്കാദമി ബാംഗ്ലൂർ വരുന്നത് ഈ മേജർ താരങ്ങൾ ഉണ്ടാവും, BCCI ഡയറക്റ്റ് നടത്തുന്നതാണ്. പിന്നെ മേജറായി താരങ്ങളുടെയൊക്കെ പരിശീലനമാണ്. അതിലേക്ക് നമുക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റില്ല. അത് ബേസിന് വേണ്ടിയുള്ള ഒരു സ്ഥാപനം തന്നെയാണ്. അടുത്തത് നമുക്ക് MRFന്റെ ചെന്നൈയിൽ MRF നടത്തുന്ന സ്ഥാപനമുണ്ട്. അവിടെ കുട്ടികൾക്ക്, നല്ല കഴിവുള്ള കുട്ടികൾക്ക് നോക്കാവുന്ന സ്ഥലമാണ് MRF ചെന്നൈ. അവിടെ കിട്ടിയാൽ MRF സ്പോൺസർ ചെയ്യുന്ന ഇതാണ്. അവരുടെ എല്ലാ അക്കാദമി, എല്ലാ ചെലവും അവിടുന്ന് വഹിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ ക്രിക്കറ്റ് പ്ലേയേഴ്സ് മാത്രമല്ല, അമ്പയർ എല്ലാം ഉണ്ടല്ലോ ഈ കളി നിയന്ത്രിക്കുന്ന. അമ്പയർ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഉണ്ട് 6 മാസത്തെ. അത് BCCI പ്രൊവൈഡ് ചെയ്യുന്നതാണ്, 6 മാസത്തെ. ഈ ക്രിക്കറ്റിന്റെ എല്ലാം തന്നെ ഈ BCCI അങ്ങനെയുള്ള ടീം പ്രൊവൈഡ് ചെയ്യുക. അത് ഈ അമ്പയർ സർട്ടിഫിക്കറ്റ് കോഴ്സ് പിന്നെ മുംബൈയിൽ നിന്ന് അത് റിട്ടേൺ ടെസ്റ്റിന്റെയും ഫിസിക്കൽ ടെസ്റ്റിന്റെയും താല്പര്യമുള്ള കുട്ടികൾക്ക് നല്ല റിട്ടേൺ ടെസ്റ്റും ഫിസിക്കൽ ടെസ്റ്റും ഉണ്ടാവും. അതിന്റെ 6 മാസത്തെ കോഴ്സാണ്. അത് BCCI പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സാണ്. അതുപോലെ ക്രിക്കറ്റ് അനലിസ്റ്റ്, നമുക്കറിയാലോ, ഒരു അനലൈസ് ചെയ്യുന്ന താരങ്ങളുണ്ടാവും. ഈ ക്രിക്കറ്റിനെ കുറിച്ച് പിന്നെ അനലൈസ് ചെയ്യുക, മറ്റു ഡാറ്റകള്, അതിനുവേണ്ടി മാത്രം സ്പെസിഫൈ ചെയ്ത് കാണുന്ന കോഴ്സ് ഉണ്ട്. 3 മുതൽ 6 മാസം വരെ പിന്നെ നീണ്ടു നിൽക്കുന്ന കോഴ്സുകളാണ്. അത് പ്രൈവറ്റ് ആയിട്ട് ഡിഫറെന്റ് സ്ഥലങ്ങളിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നമുക്കറിയാം അതിൽ UG, അതേപോലെ അതിൽ വേണ്ടത് മെയിൻ ആയിട്ട് നമുക്ക് ക്രിക്കറ്റ് അനലിസ്റ്റ് ആയിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഡിഗ്രി വേണം. എനി ഡിഗ്രിയും പിന്നെ നമുക്ക് ഈ ഡാറ്റ പിന്നെ മാനിപ്പുലേഷനിൽ നല്ല താല്പര്യം വേണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതില് അതിന്റെ നല്ല, നിങ്ങൾക്കറിയാം ഒരു ക്രിക്കറ്റ് അനലിസ്റ്റ് ആകുമ്പോൾ നമുക്ക് എന്തൊക്കെ ക്വാളിറ്റി വേണ്ടത് നിങ്ങൾക്ക് അറിയാലോ. ആ നിലക്ക് നമുക്ക് നല്ല ഡാറ്റ അനലിസ്റ്റിന്റെ കപ്പാസിറ്റി വേണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുപാട് പിന്നെ സാധ്യതകളെല്ലാം ഉണ്ട്. അത് 3 മുതൽ 6 മാസം വരെ ചെറിയ കോഴ്സുകളാണ്. അതേപോലെ ഇതിന്റെ സാധ്യതകൾ, ക്രിക്കറ്റിന്റെ സാധ്യതകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റേറ്റ് ടീമുകളിലെ IPL, അതേപോലെ അമ്പയർ, മാനേജർ, കോച്ച്, പിന്നെ കമാൻഡറി, ഇങ്ങനെ പല സാധ്യതയിലേക്കും ഉണ്ട്. അതേപോലെ പിച്ച് പിന്നെ എല്ലാം ഉണ്ടാക്കുക, പിന്നെ നമ്മുടെ ഗ്രൗണ്ട് എല്ലാം ഉണ്ടാക്കുന്ന അതിന്റെ പിന്നെ ഗ്രൗണ്ടിന്റെ പിച്ചൊക്കെ പറയില്ലേ, ഈ പിച്ചെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതെല്ലാം അതിന്റെ എല്ലാ കോഴ്സുകളൊക്കെ ഈ BCCIയുടെ അണ്ടറിലാണ് എത്തുന്നത്. അടുത്താണ് നമുക്കുള്ളത് നമ്മുടെ കോഴ്സുകളിലേക്ക് കടക്കാം. BPEd, MPEd. കൂടുതൽ കുട്ടികൾക്കും സംശയമുള്ള ഒരു മേഖലയാണ് BPEdും MPEdും. BPEd എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ, ഒരു കേരള എന്നല്ല നമ്മുടെ ഓവറാണ് ഞാൻ പറയുന്നത്, ബേസിക്കലി പറയുമ്പോൾ ഗ്രാജുവേഷൻ നൽകുന്നതാണ്.
ഈ BPED അടുത്താണ് നമ്മളെ കൂടുതൽ PT ടീച്ചേഴ്സും ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സും ഉണ്ടായി വരുന്നത്. ഇതിന്റെ BPEDന്റെ ഒരു ഡിഗ്രി ആയത് കാരണം അതിന്റെ എലിജിബിലിറ്റി 2 വഴിയിൽ നമുക്ക് നോക്കിയെടുക്കാം. അഥവാ ഒന്ന് 10 +2 കഴിഞ്ഞിട്ട് നമുക്ക് സ്പോർട്സ് അച്ചീവ്മെന്റുകൾ ഉണ്ടെങ്കിൽ, +2 കഴിഞ്ഞ് സ്പോർട്സ് അച്ചീവ്മെന്റ് ജില്ലാ സ്റ്റേറ്റ് ലെവലിലൊക്കെ നമുക്ക് അവാർഡുകൾ മീൻസ് നമുക്ക് സർട്ടിഫിക്കറ്റ്സ് ഉണ്ടെങ്കിൽ, സ്പോർട്സ് അച്ചീവ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് ഒരു എൻട്രി ഉണ്ട്. മറ്റൊരു എൻട്രി UG കഴിഞ്ഞ കുട്ടികൾ, UG 50% മിനിമം മാർക്ക് വേണം. UG കഴിഞ്ഞ കുട്ടികൾക്ക് അവർക്ക് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ പിന്നെ യൂണിവേഴ്സിറ്റി തലത്തിലും ഒക്കെ വേണം. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇതിന് എൻട്രി ഉണ്ട് BPEDലേക്ക്. നമ്മൾ പറഞ്ഞു 2 തരത്തിൽ നമുക്ക് ജോയിൻ ചെയ്യാം. ഒന്ന് +2 കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് ഡിസ്ട്രിക്ട് അതേപോലെ സ്റ്റേറ്റ് ലെവലിലേക്കുള്ള കുട്ടികൾ, അങ്ങനെ അവർക്ക് BPED ഉണ്ട്. അതുപോലെ ഡിഗ്രി 50% മാർക്കുള്ള കുട്ടികൾക്ക് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ നല്ല സ്പോർട്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത കുട്ടികൾക്ക് പങ്കെടുക്കാം. അതിന്റെ ഡ്യൂറേഷൻ നമുക്ക് യഥാക്രമം 4ഉം 2 വർഷങ്ങളായിട്ട്, ഇപ്പോൾ 4ആണല്ലോ, 4 വർഷവും 2 വർഷവും കോഴ്സാക്കി നമുക്ക് കിട്ടും. അഥവാ +2 കഴിഞ്ഞ് വരുന്ന കുട്ടി ചെയ്യുമ്പോൾ അത് 4 വർഷത്തെ കോഴ്സായിട്ട് പ്രൊവൈഡ് ചെയ്ത് കിട്ടുന്നുണ്ട്. അതുപോലെ മറ്റേതുപോലെ നമുക്ക് നോക്കുമ്പോൾ 2 വർഷമായിട്ട് കിട്ടുന്ന കോഴ്സുകളും ഉണ്ട്. ഈ നമ്മുടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ നമുക്കറിയാം, നമ്മുടെ എല്ലാ സ്കൂളുകളിലും അതുപോലെ നമ്മളെ മറ്റു സ്ഥലങ്ങളിലും BPED സാധ്യതകളുണ്ട്. ഫിസിക്കൽ എഡ്യൂക്കേഷൻ ട്രെയിനിങ് അതിലേക്ക് പോകാം. പിന്നെ നമ്മുടെ ഡിഫറെന്റ് സ്ഥലത്തേക്ക് നമുക്ക് സാധ്യതയുള്ള മേഖലയാണ് ബാച്ചുലർ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ. ബാച്ചുലർ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആണ് BPEDന്റെ ഫുൾ ഫോം. അത് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഫിസിക്കൽ എഡ്യൂക്കേഷന്റെ പിന്നെ ടീച്ചിങ്, അതിന്റെ സാധ്യതകൾ, അത് പിന്നെ അതുപോലെ ട്രെയിനിങ്ങുകൾ കുട്ടികൾക്ക് നാളെ ഒരു BPED കഴിയുന്ന ആള് നാളെ വരാനുള്ളത് ഒരു അധ്യാപകനായിട്ട് അല്ലെങ്കിൽ ട്രെയിനറായിട്ടാണ്. അപ്പൊ അവർക്കുള്ള ട്രെയിനിങ്ങുകൾ, അനാട്ടമി, അതേപോലെ സൈക്കോളജി, യോഗ, നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞ ശാസ്ത്രത്തിന്റെ എല്ലാം ഒരു അധ്യാപകനായി വരേണ്ടതിന്റെ എല്ലാ സാധ്യതകളും പറഞ്ഞു കൊടുക്കുന്ന പിന്നെ BPED. അതേപോലെ മാസ്റ്റർ ഡിഗ്രിയാണ് MPED, മാസ്റ്റർ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ MPED. അത് 50% മാർക്ക് BPEDലുള്ള കുട്ടികൾക്കാണ് MPEDന് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നത്. MPED അതിന്റെ ഡ്യൂറേഷൻ 2 വർഷമാണ്. MPEDന്റെ ഡ്യൂറേഷൻ 2 വർഷം. അത് നമ്മൾ നേരത്തെ ഈ കോളേജുകളുടെ പേര് ആദ്യം പറഞ്ഞ അതിനു വേണ്ടിയാണ്. കേരളത്തിൽ കേരള യൂണിവേഴ്സിറ്റിയിലും അതുപോലെ പിന്നെ MG യൂണിവേഴ്സിറ്റിയിൽ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാ യൂണിവേഴ്സിറ്റിയിലും ഇപ്പൊ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. യൂണിവേഴ്സിറ്റി കോളേജുകളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടിയാണ് അത് ആദ്യം പറഞ്ഞത്. അതുപോലെ ഈ MPEDന് ഒന്നുകൂടി സ്പെസിഫൈ ചെയ്ത് പോയി, കാരണം നമുക്കറിയാം അതിന് മാസ്റ്റേഴ്സ് ഡിഗ്രി ആയത് കാരണം അഡ്വാൻസ് സ്പോർട്സ് സയൻസിലെല്ലാം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അഡ്വാൻസ് സ്പോർട്സ് സയൻസ്, അതുപോലെ ബയോമെഡിസിന്, റിസർച്ച്, മാനേജ്മെന്റ്, ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രിയുടെ അതിന് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ 50% മിനിമം ഡിഗ്രി യോഗ്യത വേണം. അങ്ങനെയുള്ളവർക്ക് പോകാൻ പറ്റുന്ന ഒരു സാധ്യതയുള്ള സ്ഥലമാണ് MPED. അതുപോലെ ഇനി നമുക്ക് അടുത്തൊരു സ്ഥലമാണ് നമ്മൾ പറഞ്ഞു സ്പോർട്സ് മാനേജ്മെന്റ് MBA, അതേപോലെ PG ഡിപ്ലോമ. നമ്മൾ പറഞ്ഞു ചെന്നൈയിൽ, അതുപോലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് മാനേജ്മെന്റ്, ഇങ്ങനെ ഡിഫറെന്റ് സ്ഥലങ്ങളിൽ സ്പോർട്സ് മാനേജ്മെന്റിന്റെ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ സ്പോർട്സ് മാനേജ്മെന്റിൽ MBA, അതേപോലെ PG ഡിപ്ലോമ, അതെങ്ങനെ നമുക്ക് നോക്കാം. അതിൽ പ്രധാനമായിട്ടും അവരുടെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ടീമുകളുടെ സംഘാടനം, അത് മാനേജർ ആയിരിക്കും. അതേപോലെ മാനേജ്മെന്റ്, മാർക്കറ്റിംഗ്, സ്പോർട്സ് മാർക്കറ്റിംഗിൽ MBA ആണ് നോക്കുന്നവരാണ്. അതുപോലെ ഈവന്റ് മാനേജ്മെന്റുകൾ ഉണ്ടാവും, ഓരോ പരിപാടി, അത് വലിയ വലിയ ഫംഗ്ഷൻ സംഘാടനമെല്ലാം ഈ മാനേജ്മെന്റ് കഴിഞ്ഞ MBA കഴിഞ്ഞ ആളുകളാണ് നടത്തുന്നത്. ഫിനാൻസ് മാനേജർ ഉണ്ടാവും, ടീമുകളുടെ ഫിനാൻസ്, IPL ടീമുകൾ, ISL ടീമുകൾ. അതേപോലെ ഈ MBA കഴിഞ്ഞ വിദേശ രാജ്യങ്ങളിൽ നല്ല സാധ്യതയുള്ള കോഴ്സാണ്. അതുപോലെ പിന്നെ ഫിനാൻസ് മാനേജ്മെന്റ്, പിന്നെ മീഡിയ മാനേജ്മെന്റ്, സ്പോൺസർഷിപ്പ് മാനേജ്മെന്റ്, ഓരോ താരങ്ങൾക്ക് പിന്നെ മാനേജർ ഉണ്ടാവും, ടീം സ്പോൺസർമാരുണ്ടാവും. അതെല്ലാം ഈ MBA കഴിഞ്ഞ ആളുകളുടെ സാധ്യതയാണ്. നല്ല സാധ്യത, നല്ല പ്ലേസ്മെന്റ് ഉള്ള ഒരു കോഴ്സാണ്. അതുപോലെ പിന്നെ അങ്ങനെയുള്ളവർക്കൊക്കെ പിന്നെ ഒരു കോച്ചിങ് നൽകുന്നതാണ് അതിന്റെ ഇത്. ആ കോഴ്സിന്റെ പാർട്ടായിട്ട് വരുന്നതാണ് സ്പോർട്സ് മാർക്കറ്റിംഗ്. MBAയിലെ സ്പോർട്സ് മാർക്കറ്റിംഗ് ഉണ്ട്, സ്പോർട്സ് ഈവന്റ് മാനേജ്മെന്റ്, അതുപോലെ സ്പോർട്സ് ഫിനാൻസ് മാനേജ്മെന്റ്, നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സ്പോർട്സ് ലോ, എത്തിക്സ്, ഇപ്പൊ നമുക്കറിയാം. അതെല്ലാം തന്നെ ഈ MBA ഇതിൽ വരുന്നതാണ്. സ്പോർട്സ് മീഡിയ, ബ്രോഡ്കാസ്റ്റിംഗ്, അത്ലറ്റിക് മാനേജർ, അങ്ങനെല്ലാം തന്നെ. അതിന് MBAയുടെ ബേസിക് ആയ യോഗ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UG 50% മാർക്ക് വേണം MBA പോലെ. പിന്നെ ഈ സ്ഥാപനങ്ങളെല്ലാം നടത്തുന്ന അതിന്റെ ബേസിൽ എന്താ വെച്ചാൽ എൻട്രൻസ് ടെസ്റ്റുകളും എല്ലാം നടത്തിയിട്ടാണ് ഇപ്പൊ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് മാനേജ്മെന്റ് അവരെല്ലാം റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. പക്ഷെ നല്ല ഒരു സാധ്യതയുള്ള സ്ഥലമാണ്. അടുത്ത നമുക്ക് അതിൽ ഈ MBAയിൽ തന്നെ പ്രധാനമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാന്ന് നോക്കാം, ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടാണെന്ന് നോക്കാം.
MBA നമുക്ക് നോക്കാം. MBA PG ഡിപ്ലോമ പ്രധാനമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. ഞാൻ പറയുന്നത് സ്പീഡ് കൂടുന്നില്ല എന്ന് വിചാരിക്കുക, നല്ല ക്ലിയർ ആവുന്നുണ്ടെന്ന് വിചാരിക്കുക വോയിസ്. അതിൽ പ്രധാനമായിട്ട് MBA പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് മാനേജ്മെന്റ്. നമ്മൾ ആദ്യം പറഞ്ഞു മുംബൈ, അത് തന്നെയാണ് ഇന്ത്യയിലെ പ്രധാന പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് മാനേജ്മെന്റ് മുംബൈ. അവിടെ MBA BBA എല്ലാം ഉള്ളത്. അത് ലിങ്ക്ഡ് IPL, ISL, BCCI, ICC അങ്ങനെയുള്ള മേജർ ആയെല്ലാം ലിങ്ക് ചെയ്തിട്ടുള്ളത്. കാരണം അവിടെ നിന്നുള്ള പ്ലേസ്മെന്റ് വളരെ സാധ്യത കൂടുതലാണ്. അതുപോലെ നമുക്കുള്ളത് IIM റോഹ്തക്, നമ്മളെ ഹരിയാനയിലുള്ളത്. അവിടെ ഡിപ്ലോമ ഇൻ സ്പോർട്സ് മാനേജ്മെന്റ്, അതുപോലെ എക്സിക്യൂട്ടീവ് PG, ഡിപ്ലോമ ഇൻ സ്പോർട്സ് മാനേജ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥലമാണ്. അതുപോലെ അങ്ങനെയുള്ള എല്ലാ സാധ്യതകളും ഉള്ള ഒരു സ്ഥലമാണ് അവിടെ. പിന്നെ ഒരു IIM ആണല്ലോ, അപ്പൊ IIMന്റേതായ ഒരു സാധ്യതയുണ്ട്. അതേപോലെ ടിസ്, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് ഉണ്ടല്ലോ മുംബൈ, അവർ നൽകുന്നുണ്ട് PG ഡിപ്ലോമ ഇൻ സ്പോർട്സ് മാനേജ്മെന്റ്. ടാറ്റ ടിസ് നൽകുന്നുണ്ട് സ്പോർട്സ് മാനേജ്മെന്റിലെ ഡിപ്ലോമ നൽകുന്നുണ്ട് മുംബൈയില്. പിന്നെ അതേപോലെ നാഷണൽ അക്കാദമി ഫോർ സ്പോർട്സ് മാനേജ്മെന്റ്, നാഷണൽ അക്കാദമി ഫോർ സ്പോർട്സ് മാനേജ്മെന്റ് ഫോർ സ്പോർട്സ് മാനേജ്മെന്റ് മുംബൈ ആണ്. അവിടെ BBA ഉണ്ട്, MBA ഉണ്ട്, MBA ഇൻ സ്പോർട്സ് മാനേജ്മെന്റ് ഉണ്ട്. അതേപോലെ അവിടെയും ഈ നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് മാനേജ്മെന്റ് ഇത് പറഞ്ഞതുപോലെ നല്ല മറ്റു വിദേശ രാജ്യങ്ങളുമായിട്ട് അതുപോലെ ഭയങ്കര ടീമുകളുമായിട്ടൊക്കെ ലിങ്ക് ഉള്ളത് കാരണം നല്ല പ്ലേസ്മെന്റിന് നല്ല സാധ്യതയുള്ള ഒരു സ്ഥലമാണ്. ഇനി നമുക്ക് അടുത്തതായിക്കാണ് നമുക്ക് നോക്കാവുന്നതാണ് ഒരു ഏരിയ, സ്പോർട്സ് ഫിസിയോതെറാപ്പി. ഫിസിയോതെറാപ്പി നമുക്കറിയാം, ആദ്യം നമ്മൾ പറഞ്ഞു അതിന് ഓരോ സ്പോർട്സ് താരത്തിന്റെയും വെൽനെസ്, അത് ആരോഗ്യം, അതെല്ലാം നോക്കുന്നത് ഫിസിയോതെറാപ്പി ചെയ്യുന്ന ആളുകളാണ്. ഫിസിയോതെറാപ്പിയുടെ ബേസിക് നിങ്ങൾക്ക് അറിയാതിരിക്കാം, അത് നമുക്ക് പിന്നെ അത്ലറ്റിക്സിന്റെ റിഹാബിലിറ്റേഷൻ ആണ് അവർ ബേസിക് ആയിട്ട് സ്പോർട്സ് ഫിസിയോതെറാപ്പിയുടെ ബേസിക് ആയിട്ടുള്ളത്. അതിന് സാധ്യത നാഷണല്, സ്റ്റേറ്റ് അങ്ങനെയുള്ള എല്ലാ ടീമുകളിലേക്കും അതിൽ റിക്രൂട്ട്മെന്റ് ഉണ്ട്. ടീം ഫിസിയോതെറാപ്പി എല്ലാ ടീമിനെല്ലാം ഫിസിയോതെറാപ്പി ഒരാളുണ്ടാവും, അല്ലെങ്കിൽ പല ആളുകളുണ്ടാവും. അതേപോലെ ഹോസ്പിറ്റലുകൾ, സ്പോർട്സ് ക്ലിനിക്കുകൾ, അവിടെയെല്ലാം സ്പോർട്സ് ഫിസിയോതെറാപ്പികളുടെ നല്ല സാധ്യതയുള്ള മേഖലയാണ്. അതേപോലെ വിദേശ രാജ്യങ്ങളിൽ നല്ല ഇതുണ്ട്. പിന്നെ സ്പോർട്സ് അക്കാദമികൾ ഉണ്ടാവും, അക്കാദമിയിലെല്ലാം ഫിസിയോതെറാപ്പിയുടെ സാധ്യതയുണ്ട്. ഫിറ്റ്നസ് സെന്ററുകൾ ഉണ്ടാവും, സ്പോർട്സ് ഇഞ്ചുറീസ് അതിനെല്ലാം ഉണ്ടാവും. അതിനുള്ള കോഴ്സുകൾ ഏതൊക്കെയാന്ന് വെച്ചാൽ BPT നമുക്കറിയാം, ബാച്ചുലർ ഓഫ് ഫിസിയോതെറാപ്പി. അതിന് വേണ്ടത് ബേസിക് ക്വാളിഫിക്കേഷൻ നമുക്ക് സാധാരണ എല്ലാവർക്കും അറിയുന്ന പോലെ +2 ബയോസയൻസ് ആണ് വേണ്ടത്. മിനിമം ഒരു 50% മാർക്കുള്ള കുട്ടികൾക്ക്. അത് ജനറൽ ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് BPT വരുന്നത്. പിന്നെ ഡ്യൂറേഷൻ 4 വർഷമായിരിക്കും ഡ്യൂറേഷൻ. അതുപോലെ 6 മാസം അതിന്റെ ഇന്റേൺഷിപ്പ് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് നടത്തുന്നുണ്ട്. ഇപ്പം അതേപോലെ മറ്റു ചില സ്ഥലങ്ങൾ അതില്ലാതെ നടത്തുന്നുണ്ട്. ഏതാണെങ്കിലും BPT ആണ് അതിന്റെ ബേസിക് ആയിട്ടുള്ളത്. പ്രധാന സ്ഥാപനങ്ങൾ നമ്മുടെ കേരളത്തിൽ ഗവൺമെന്റ് കോളേജ് ഓഫ് ഫിസിയോതെറാപ്പി ട്രിവാൻഡ്രം, ഗവൺമെന്റ് കോളേജ് ഓഫ് ഫിസിയോതെറാപ്പി ട്രിവാൻഡ്രം ഇത് മാത്രം സ്പെസിഫൈ ചെയ്ത ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഫിസിയോതെറാപ്പിയിൽ അതിനുവേണ്ടി മാത്രം ഫോക്കസ് ചെയ്ത് നമുക്കറിയാം ഫിസിയോതെറാപ്പിക്ക് വേണ്ടി. പിന്നെ അതേപോലെ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കൊച്ചിയിൽ BPT വരുന്നുണ്ട്. അതേപോലെ പിന്നെ EMC വെല്ലൂര് അവിടെ ഉണ്ട്. പിന്നെ നിംസ് ഹൈദരാബാദ് അവിടെ ഉണ്ട് BPT. അവിടുത്തെ എല്ലാം BPTക്ക് നമുക്കറിയാം BPT ജനറൽ ആയിട്ട് BPT ജനറൽ ആണ്, പക്ഷേ ഫിസിയോതെറാപ്പി സ്പോർട്സിലേക്കുള്ള ഒരു സാധ്യതയാണ്. ഈ ഫിസിയോതെറാപ്പി കഴിഞ്ഞാൽ നമുക്ക് MPT, മാസ്റ്റർ ഓഫ് ഫിസിയോതെറാപ്പി, അതില് സ്പെസിഫിക്കേഷൻസ് ഒക്കെ വരുന്നുണ്ട്. സ്പെഷ്യലൈസേഷൻ സ്പോർട്സ് ഫിസിയോതെറാപ്പി ഉണ്ട്, ഓർത്തോപീഡിക് ഫിസിയോതെറാപ്പി ഉണ്ട്, ന്യൂറോളജിക്കൽ ഫിസിയോതെറാപ്പി. അതെല്ലാം സ്പോർട്സ് താരങ്ങളിലേക്ക് വിദഗ്ധമായിട്ട് കടന്നു ചെല്ലാൻ നമുക്ക് സാധ്യതയുണ്ട്. നമ്മൾ സ്പോർട്സിന്റെ കരിയർ സാധ്യത എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറുപ്പകാലത്ത് നമുക്ക് സാധ്യത, നമ്മുടെ മക്കൾക്കുള്ള സാധ്യതകൾ എങ്ങനെ ഉപയോഗപ്പെടുത്തി നമുക്ക് അവരെ കരിയറാക്കി മാറ്റാന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. MPTയിൽ ഉള്ള സ്പെസിഫിക്കേഷൻ ആണ് സ്പോർട്സ് ഫിസിയോതെറാപ്പി, ഓർത്തോപെഡിക് ഫിസിയോതെറാപ്പി, ന്യൂറോളജിക്കൽ ഫിസിയോതെറാപ്പി, ഇങ്ങനെയുള്ള മേഖലകളെല്ലാം. ഇതിന്റെ ഈ MPTയുടെ കാലാവധി 2 വർഷമാണ്. പിന്നെ ജനറൽ ഉള്ളത് പോലെ തന്നെ. പിന്നെ ഈ BPT നമ്മുടെ കേരളത്തില് ചെയ്തു, അല്ലെങ്കിൽ ഇതിന് ശേഷം നമ്മൾ വിദേശ രാജ്യങ്ങളിലേക്ക് നല്ല സാധ്യത നമ്മൾ പറഞ്ഞു. വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ അവിടേക്ക് അവിടത്തേതായ ഒരു അഡീഷണൽ ലൈസൻസ് വേണ്ടി വരും. അഡീഷണൽ
കോഴ്സ് ചെയ്യേണ്ടി വരും. എല്ലാവർക്കും പറയുന്ന പോലെ തന്നെ ഇപ്പൊ UK HCPC എന്ന് പറയുന്ന രജിസ്ട്രേഷൻ വേണം. അതേപോലെ കാനഡയിലാണെങ്കിൽ CARP എക്സാം പിന്നെ പാസ്സാകണം. അതേപോലെ ഓസ്ട്രേലിയയിലൊക്കെ പോവുകയാണെങ്കിൽ പിന്നെ APRA എന്ന് പറഞ്ഞ ഒരു രജിസ്ട്രേഷൻ ഉണ്ട്. അതെല്ലാം നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പുറത്ത് പോകുമ്പോൾ നമുക്ക് ചെയ്യേണ്ട നോർമൽ ഡിഫറെന്റ് കോഴ്സൊക്കെ ചെയ്യേണ്ടത് പോലെ തന്നെ. പക്ഷെ ഡിഫറെന്റ് ആയിട്ടും ഇതിന് പോയി കഴിഞ്ഞാൽ നല്ല സാധ്യതയുള്ള, നല്ല ഇൻവെസ്റ്റ് യൂറോപ്പിലൊക്കെ നല്ല സാധ്യതയുള്ളതാണ് PPT പിന്നെ MPTയും. അതുപോലെ നമുക്കുള്ള അടുത്തൊരു മേഖലയാണ് നമ്മൾ പറഞ്ഞ സ്പോർട്സ് ജേർണലിസം. സ്പോർട്സ് ജേർണലിസം എന്ന് പറഞ്ഞാൽ ജേർണലിസം നമുക്കറിയാം. ഈ സ്പോർട്സ് ജേർണലിസം എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് അറിയാവുന്ന ഓരോ കുട്ടികളായിരിക്കും എന്റെ കീഴിൽ പിന്നെ മുമ്പിലിരിക്കുന്നത്. അതില് നമുക്കറിയാം സ്പോർട്സിനെ കുറിച്ച് വാർത്തകൾ, വിശകലനം, പിന്നെ അതേപോലെ നമുക്ക് ഒരു മാച്ചിന്റെ ഒരു ആർട്ടിക്കിളുകൾ, അങ്ങനെ ഡിഫറെന്റ് സാധ്യതകളുള്ളതാണല്ലോ. TV സ്പോർട്സ് ആങ്കേഴ്സ്, ഡിഫറെന്റ് സാധ്യതകൾ, ന്യൂസ് പേപ്പറിൽ സ്പോർട്സ് കറസ്പോണ്ടന്റ്, കോളമിനിസ്റ്റ്, അതേപോലെ ഓൺലൈൻ മീഡിയയിൽ ബ്ലോഗർ, അതുപോലെ ഡിജിറ്റൽ ജേർണലിസ്റ്റ്, ഡിഫറെന്റ് സാധ്യതകളുള്ള മേഖലയാണ് നമ്മുടെ ഇത്. അതിൽ എങ്ങനെയൊക്കെയാണ് നമുക്ക് ഇതിൽ മെയിൻ ആയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ പിന്നെ ജെന്യുവിൻ ആയിട്ട് ഒരു സ്പോർട്സ് ജേർണലിസ്റ്റിന് വേണ്ട എല്ലാ ജേർണലിസ്റ്റിനും എല്ലാ ഇതിനും വേണ്ടത് ജെന്യുവിൻ ആയിട്ടുള്ള ഒരു നമുക്കുള്ള ഒരു താല്പര്യമാണ്. സ്പോർട്സ് ജേർണലിസ്റ്റിന് നല്ല താല്പര്യം വേണ്ടത് എന്ന് വെച്ചാൽ അതിൽ കുറച്ച് കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരും. മീൻസ് ഒരു ജേർണലിസത്തിലെ മീൻസ് ഉദാഹരണം നമ്മൾ ലൈവ് ഇതൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് വർക്ക് ചെയ്യണം. നമുക്ക് അതിലെ ഒരു ക്യൂരിയോസിറ്റി, ആ മേഖലയിൽ ഒരു ജെന്യുവൻ പാഷൻ വേണം. അതേപോലെ പിന്നെ നമുക്കറിയാം നല്ല കമ്മ്യൂണിക്കേഷൻ വേണം. അതേപോലെ നല്ല പിന്നെ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വലിയ ഇതാണ്. അതേപോലെ നല്ല റൈറ്റിംഗ് എബിലിറ്റി വേണം, നല്ല എഡിറ്റിംഗ് എബിലിറ്റി വേണം. അതെല്ലാം ജേർണലിസത്തിന് നോർമൽ ആയിട്ടുള്ള ഇതാണ്. ഇത് നമുക്ക് ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് പ്രൊവൈഡ് ചെയ്ത് നോക്കാം. സാധാരണ ആദ്യം നമുക്ക് മാസ് കമ്മ്യൂണിക്കേഷൻ ആണല്ലോ ഒരു ജേർണലിസ്റ്റിലേക്ക് വരുമ്പോൾ. മാസ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ജേർണലിസം അത് UG കോഴ്സിൽ നമ്മുടെ ഇന്ത്യയിൽ ഉടനീളം സാധാരണ മാസ് കമ്മ്യൂണിക്കേഷൻ തന്നെയാണുള്ളത്. അതിനുശേഷം നമ്മൾ PG കോഴ്സുകളാണ് സ്പെസിഫിക്കേഷൻ കൂടുതലായിട്ട് വരുന്നത്. അത് നമുക്ക് സാധാരണ BA ജേർണലിസം മാസ് കമ്മ്യൂണിക്കേഷൻ 3 വർഷവും ആണ് സാധാരണ ഉണ്ടാവാറുള്ളത്. ഇപ്പോ 4 വർഷത്തേക്ക് ഓണേഴ്സ് ഡിഗ്രി ആയത് കാരണം അത് +2 ശേഷം പോകുന്ന കോഴ്സുകളാണ് BA മാസ് കമ്മ്യൂണിക്കേഷൻ ജേർണലിസം എല്ലാം ഉണ്ട്. അത് PG ഡിപ്ലോമ ഇൻ സ്പോർട്സ് ജേർണലിസം, അത് ഒരു വർഷത്തെ ഇതാണുള്ളത്. PG ഡിപ്ലോമ ഇൻ സ്പോർട്സ് ജേർണലിസം അത് 1 വർഷത്തെ കോഴ്സാണ്. അത് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പിന്നെ മാസ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ഡൽഹി, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ ഡൽഹി, അവർ സ്പോൺസർ ചെയ്യുന്നുണ്ട് PG ഡിപ്ലോമ ഇൻ സ്പോർട്സ് ജേർണലിസം. അത് നല്ല സാധ്യതകളുണ്ട്. നല്ല സാധ്യത മീൻസ് നമ്മുടെ ഒരുപാട് പിന്നെ പത്രങ്ങള്, ചാനലുകള്, ഇങ്ങനെയുള്ള അവരെല്ലാം അവിടുന്ന് റിക്രൂട്ട് ചെയ്തെടുക്കുന്ന ഇതാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ ഡൽഹിയിൽ നിന്ന് വരുന്ന അവിടുത്തെ PG ഡിപ്ലോമ അതേപോലെ ഇതെല്ലാം ചെയ്യുന്നത്. അതേപോലെ MA ജേർണലിസം, നമുക്കറിയാം MA ജേർണലിസം മാസ് കമ്മ്യൂണിക്കേഷൻ. ഇതിലെ ബേസിക്കലി ഇന്ത്യയിലൊക്കെ കൂടുതലായിട്ടും സ്പോർട്സ് ജേർണലിസത്തിലേക്ക് മെയിൻ ആയിട്ട് പോകുന്നത് നമ്മുടെ താല്പര്യം തന്നെയാണ്. ഞാൻ ഇവിടെ എടുത്തു പറയാൻ കാരണം നിങ്ങൾക്ക് സ്പോർട്സിനോട് താല്പര്യമുണ്ട്, ഡിഫറെന്റ് ആയിട്ട് എങ്ങനെ പോയി എത്താം എന്നുള്ളത് കൊണ്ട് തന്നെ സൂചിപ്പിക്കുകയാണ്. മാസ് കമ്മ്യൂണിക്കേഷൻ കൂടി നമുക്ക് എത്താം. അത് പാഷൻ വേണം. നല്ല പാഷൻ ഉള്ള കുട്ടികൾക്ക് MA ജേർണലിസം എടുത്താൽ നമുക്ക് എത്തിപ്പെടാവുന്നതാണ്. ഇന്ത്യയിലെ സ്പോർട്സിന്റെ സാധ്യതകൾ നമുക്കറിയാം. പിന്നെ ഏഷ്യൻ അക്കാദമി ഓഫ് ഫിലിം ആൻഡ് TV നിങ്ങൾക്കറിയാം. ഏഷ്യൻ അക്കാദമി ഓഫ് ഫിലിം ആൻഡ് TV എന്ന് പറഞ്ഞ നോയിഡയിലുള്ള സ്ഥാപനം, നോയിഡയിൽ വർക്ക് ചെയ്യുന്ന ഏഷ്യൻ അക്കാദമി അവിടെ ഡിഫറെന്റ് സ്പോർട്സ് ജേർണലിസം കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. അത് ഈ സ്പോർട്സ് ജേർണലിസ്റ്റിനോടും സ്പോർട്സിനോടും താല്പര്യം ചെയ്യാവുന്ന ഒരു അക്കാദമിയാണ് ഏഷ്യൻ അക്കാദമി ഓഫ് ഫിലിം ആൻഡ് TV എന്ന് പറഞ്ഞ നോയിഡയിൽ വർക്ക് ചെയ്യുന്നത്. അവിടെ ഡിഫറെന്റ് കോഴ്സുകൾ, സ്പോർട്സ് ജേർണലിസ്റ്റിലേക്ക് പോകാവുന്ന ഡിഫറെന്റ് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ മണിപ്പാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ, മണിപ്പാലിൽ വരുന്ന MA BA ഒക്കെ ജേർണലിസം, അവർക്ക് സ്പോർട്സ് ജേർണലിസം അല്ല, പക്ഷെ അവർക്ക് എന്താ വെച്ചാൽ അവർക്ക് അവിടെ നല്ല ഒരു നല്ലൊരു ഇതാണ് ഉള്ളത്. അതേപോലെ സേവിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ മുംബൈയിലെ നമുക്കറിയാം ജേർണലിസത്തിന്റെ ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് സേവിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജേർണലിസം മുംബൈയിൽ. അതുപോലെ സിംബയോസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മീഡിയ കമ്മ്യൂണിക്കേഷൻ പൂനെയിലെ MA മാസ് കമ്മ്യൂണിക്കേഷൻ, അവരുടെ മാസ് കമ്മ്യൂണിക്കേഷൻ സിംബയോസിന്റെ മാസ് കമ്മ്യൂണിക്കേഷൻ നല്ല സാധ്യതയുള്ള, അത് സ്പോർട്സിന് മാത്രമല്ല ഡിഫറെന്റ് മേഖലയിലേക്ക് സാധ്യതയുള്ള ഒരു കോഴ്സാണ്. അതേപോലെ ഇതിന്റെ ഈ ജേർണലിസം കഴിഞ്ഞാൽ എന്താ സാധ്യത, സ്പെസിഫിക് ചെയ്താൽ എന്താ സാധ്യത എന്ന് വെച്ചാൽ നമ്മളെ വേൾഡ് കപ്പുകള്, അതേപോലെ ഫിഫ വേൾഡ് കപ്പ്, ICC, അതേപോലെ ഒളിമ്പിക്സ്, പിന്നെ നമ്മളെ ഡിഫറെന്റ് ESPN, അതേ സ്റ്റാർ സ്പോർട്സ്, സ്കൈ സ്പോർട്സ്, ഇങ്ങനെയുള്ള ഡിഫറെന്റ് ഭാഗങ്ങളിലേക്ക് നല്ല റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട്. അതിന് നല്ല എബിലിറ്റി നമുക്ക് നന്നായിട്ട് വേണം. എബിലിറ്റി ഉണ്ടെങ്കിൽ നല്ല സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ഒരു മേഖലയാണത്. പിന്നെ അതേപോലെ നമുക്ക് സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽ, ഇപ്പൊ കുട്ടികൾ എന്നല്ല എല്ലാവർക്കും ഈ വാർത്ത എല്ലാം കാണുന്നത് പോലെ നമ്മുടെ ഒരു യൂട്യൂബ് ചാനലിലെല്ലാം സ്വന്തമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ല ഒരു
മേഖലയാണ് സ്പോർട്സ് ജേർണലിസം. അതുപോലെ നമുക്ക് ഇനി അടുത്ത മേഖലയാണ് സ്പോർട്സ് ന്യൂട്രീഷൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ശരിയായ ഭക്ഷണക്രമം, ശരിയായ വിശ്രമം, ശരിയായ മാനസികാവസ്ഥ, അതെല്ലാം ഒരു താരത്തെ നിയന്ത്രിക്കുന്നതിൽ വലിയ ഇതുണ്ട്. ആ സ്പോർട്സ് ജേർണലിസത്തിലെ നമ്മൾ പറഞ്ഞതിലെ ന്യൂട്രീഷൻ മേഖല നമ്മുടെ അടുത്ത ഒരു മേഖലയാണ്. ന്യൂട്രീഷൻ മേഖല എല്ലാ ആളുകൾക്കും ശരിയായ ഒരു, എല്ലാ ടീമിനും, എല്ലാ രാജ്യത്തിന്റെ ടീമിനും സ്റ്റേറ്റിന്റെ ടീമിനും പിന്നെ ക്ലബുകൾക്കും എല്ലാം തന്നെ ന്യൂട്രീഷൻസിന്റെ ഒരു ആവശ്യകത വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നമുക്കറിയാം ഒരു വെയിറ്റ് ലിഫ്റ്റിംഗ്, അതിലെ ഒരു വെയിറ്റ് അല്ലെങ്കിൽ നമ്മുടെ പവർ ലിഫ്റ്റിംഗ്, അതെല്ലാം തന്നെ നമുക്ക് ഇത്ര വെയിറ്റിന്റെ ഇടയിലായിരിക്കും നമ്മുടെ ഒരു ഇത് പറയാം. അപ്പോ കുറച്ച് വെയിറ്റ് അമിതമായി കഴിഞ്ഞാൽ ആ ഇനത്തിൽ നമുക്ക് മത്സരിക്കാൻ പറ്റില്ല. അതുകൊണ്ടെല്ലാം തന്നെ എല്ലാ താരങ്ങൾക്കും ആ താരങ്ങൾ നല്ല നല്ല താരങ്ങൾ അവർക്ക് വേണ്ടി മാത്രമെല്ലാം തന്നെ ന്യൂട്രീഷൻസിനെ വെക്കാറുണ്ട്. അതിന് മെയിൻ ആയിട്ടുള്ള അവസരങ്ങൾ സ്പോർട്സിനെല്ലാം ഉണ്ട് നമുക്ക്. പിന്നെ നമ്മുടെ ഫിറ്റ്നസ് സെന്ററുകളിലെല്ലാം ന്യൂട്രീഷനിസ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. നല്ല മൾട്ടി സ്പെസിഫൈ ചെയ്ത രാജ്യത്തിന്റെ പുറത്തുള്ളതിലൊക്കെ നല്ല സാധ്യതയുള്ള ഒരു മേഖലയാണ്. അതേപോലെ അതിന് പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ന്യൂട്രീഷൻസ്, അതും ഒരു ജനറൽ പോലെ പറയേണ്ടതാണ്. ഈ സ്പോർട്സ് മേഖലയ്ക്ക് മാത്രമായിട്ടൊന്നല്ല, എന്നാലും ജനറൽ ആയിട്ട് പറയേണ്ടതാണ്. BSc ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റ് 3 ഇയർ കോഴ്സ് ആണ്. അത് പിന്നെ +2 സയൻസ് ബയോളജി സയൻസ് ഉള്ളവർക്കാണ് പറ്റുന്നത്. +2 ബയോളജി സയൻസ് ഉള്ള കുട്ടികൾക്കുള്ള ഡിഗ്രി കോഴ്സാണ് BSc ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റ്സ്. അതേപോലെ BSc ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി, നമുക്കറിയാം കുറെ സ്ഥലങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സാണ്. അതിന് +2 സയൻസ് ആണ് വേണ്ടത്. അതേപോലെ BSc ക്ലിനിക്കൽ ന്യൂട്രീഷൻസ്, അതിനും നമുക്ക് ഈ പറഞ്ഞ പോലെ BSc കോഴ്സ് ആയത് കാരണം സാധാ +2 തന്നെയാണ്, അതിന് പിന്നെ സയൻസ് ആണ് വേണ്ടത്. പിന്നെ MSc ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റ് ഉണ്ട്, അത് 2 ഇയർ കോഴ്സ്. അതിന് വേണ്ടത് നമുക്ക് ഡിഗ്രി ഇൻ BSc ന്യൂട്രീഷൻ, അല്ലെങ്കിൽ നമുക്ക് ക്ലിനിക്കൽ ന്യൂട്രീഷൻസ്, അത് അല്ലെങ്കിൽ ബയോ കെമിസ്ട്രി, അങ്ങനെയുള്ള കോഴ്സുകൾ എടുക്കുന്ന എല്ലാവർക്കും തന്നെ എത്തിപ്പെടാൻ പറ്റുന്ന മേഖലയാണ് MSc ന്യൂട്രീഷൻസ്. അതേപോലെ PG ഡിപ്ലോമ ഇൻ ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റ്, PG ഡിപ്ലോമ അത് 1 ഇയറുള്ള കോഴ്സാണ്. അത് ഡിഗ്രി. ഈ PG ഡിപ്ലോമ ഇൻ ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റ് എടുത്ത ആളുകൾക്ക് നമ്മുടെ ക്ലബ്ബുകളെല്ലാം, ഈ ഇപ്പൊ നമ്മളെ ISL IPL ക്ലബ്ബുകളെല്ലാം അവരെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ താരങ്ങളുടെ വെൽനെസ് നോക്കാൻ വേണ്ടി റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അത് 1 ഇയറുള്ള കോഴ്സാണ്, ഡിഗ്രിയാണ് ബേസിക് യോഗ്യത. PG ഡിപ്ലോമ ഇൻ ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റ്. അതേപോലെ സർട്ടിഫിക്കറ്റ് ഇൻ സ്പോർട്സ് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞ് സ്പെസിഫൈ ചെയ്ത് പറയുന്ന ഒരു കോഴ്സാണ് സർട്ടിഫിക്കറ്റ് ഇൻ ന്യൂട്രീഷൻ. അത് 6 മാസം മുതൽ 1 വർഷം വരെ നീണ്ടു നിൽക്കുന്ന കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് ഡിഗ്രി +2 എല്ലാം യോഗ്യതയുള്ള കോഴ്സുകൾ ഡിഫറെന്റ് സ്ഥലത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സർട്ടിഫിക്കറ്റ് ഇൻ സ്പോർട്സ് ന്യൂട്രീഷൻ അതെല്ലാം എടുത്ത ആളുകൾക്കാണ് നമ്മളെ ഈ ഫിറ്റ്നസ് സെന്ററുകളിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം സാധ്യതയാണുള്ളത്. ഇപ്പൊ നമുക്കറിയാം ഇന്ത്യയിൽ പ്രധാനമായിട്ടും പിന്നെ നമ്മുടെ കേരളത്തിലെ ഇതിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതൊക്കെയാണെന്ന് വെച്ചാൽ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി തൃശ്ശൂർ. അവിടെ BSc ഓണേഴ്സ് ഇൻ ഫുഡ് സയൻസ് ആൻഡ് ന്യൂട്രീഷൻ, നമ്മൾ നോർമൽ ഫുഡ് സയൻസ് ആൻഡ് ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യുന്ന തൃശ്ശൂരിലെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഉണ്ട്. അതേപോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അണ്ടറിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്കറിയാം ഇത് കൊടുക്കുന്നുണ്ട്. അപ്ലിറ്റഡ് കോളേജുകളിൽ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കൊച്ചി, അവിടെ BSc ഇതുണ്ട്, MSc ന്യൂട്രീഷൻസ് ഉണ്ട്, MSc ഉണ്ട്. അത് അവർ നല്ലൊരു കരിക്കുലാണ് അവരത്. അതേപോലെ ഗവൺമെന്റ് കോളേജ് ഓഫ് വുമൻസ് പിന്നെ ട്രിവാൻഡ്രം, നമുക്കറിയാം ഗവൺമെന്റ് കോളേജ് ഓഫ് വുമൻ പിന്നെ ട്രിവാൻഡ്രത്ത്, അവിടെ BSc ഓണേഴ്സ് സയൻസ് ആയിട്ട് ന്യൂട്രീഷൻ കോഴ്സ് ഉണ്ട്. അങ്ങനെ അതൊക്കെയാണ് കേരളത്തിന്റെ ഉള്ളിൽ ന്യൂട്രീഷൻ കോഴ്സിന്റെ സാധ്യതകളുള്ള സ്ഥലങ്ങൾ. ഇനി കേരളത്തിലെ പുറത്ത് എവിടെയൊക്കെയാണ് നമുക്കുള്ളത് നോക്കാം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ ഹൈദരാബാദ്, അത് ഇന്ത്യയിലെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് നമ്മുടെ ന്യൂട്രീഷൻസ്. അത് സ്പോർട്സ് മേഖലയിലേക്ക് മാത്രമല്ല എല്ലാ മേഖലയിലേക്കുള്ള കുട്ടികൾക്ക് സാധ്യതയുണ്ട്. അത് കോഴ്സിന്റെ പ്രത്യേകത. ആ കോഴ്സെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒന്നില്ലെങ്കിൽ നമുക്ക് സ്പോർട്സിനോട് അതിയായ ആഗ്രഹം ഉണ്ടെങ്കിൽ സ്പോർട്സ് മേഖലയിലേക്ക് പോവാം. അല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സ്വന്തമായിട്ട് തന്നെ മറ്റു മേഖലയിലേക്ക് തിരിയാവുന്ന ഇതാണ് MSc അതേപോലെ BSc എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻസ് ഹൈദരാബാദുണ്ട്. അതേപോലെ SNDT വുമൻസ് യൂണിവേഴ്സിറ്റി, SNDT വുമൻസ് യൂണിവേഴ്സിറ്റി, അത് നമ്മുടെ മുംബൈയിലാണ് വരുന്നത്. അവിടുത്തെയും പിന്നെ MSc BSc ഒക്കെ ന്യൂട്രീഷൻസ് ഉണ്ട്. അതും അവിടെ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. പിന്നെ SNDT വുമൻസ് യൂണിവേഴ്സിറ്റി മുംബൈ. അതേപോലെ ലേഡി ഇർവിൻ കോളേജ്, നമുക്കറിയാം ലേഡി ഇർവിൻ കോളേജ് പഴയ ഒരു കോളേജാണ് ലേഡി ഇർവിൻ കോളേജ്. പിന്നെ ഡൽഹി യൂണിവേഴ്സിറ്റി നമ്മുടെ ഇവിടെ എന്താ പറയാ ഡൽഹിയിലുണ്ട്. അവിടെ പിന്നെ നല്ല പ്ലേസ്മെന്റ് വരുന്ന സ്ഥലമാണ്.
സ്പോർട്സിലേക്ക് ഉള്ളവർക്ക് സ്പോർട്സിലേക്ക്, അല്ലാതെ മറ്റു സ്ഥലങ്ങളിലേക്ക് താല്പര്യമുള്ള ആളുകൾ മറ്റു സ്ഥലങ്ങളിലേക്കും നന്നായിട്ട് റിക്രൂട്ട്മെന്റ് വരുന്ന ഒരു സ്ഥാപനമാണ് ലേഡി ഇർവിൻ കോളേജ്, ഡൽഹിയിലുള്ള. അത് ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അതേപോലെ മൗണ്ട് കാർമൽ കോളേജ്, നമുക്കറിയാം മൗണ്ട് കാർമൽ കോളേജ് പഴയ കോളേജാണ്. അല്ല, പഴയെന്നല്ല, മാറിപ്പോയി. നമ്മളെ സൗത്ത് ഇന്ത്യയിലെ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്ന ഒരു കോളേജാണ് മൗണ്ട് കാർമൽ കോളേജ്. അവിടെയും UG PG എല്ലാം ന്യൂട്രീഷന്റെ വർക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ മണിപ്പാൽ യൂണിവേഴ്സിറ്റി ഡിപ്ലോമ ഇൻ സ്പോർട്സ് ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഡിപ്ലോമ ഇൻ സ്പോർട്സ് ന്യൂട്രീഷൻ അവരെയാണ് നമ്മളെ ഈ IPL താരങ്ങളൊക്കെ ഓരോ താരങ്ങൾക്ക് വേണ്ടി ന്യൂട്രീഷൻസിന് വേണ്ടി എടുക്കാറുള്ളത്. ഈ മണിപ്പാൽ യൂണിവേഴ്സിറ്റി ഡിപ്ലോമ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥലങ്ങളാണ്. പിന്നെ അമിറ്റി യൂണിവേഴ്സിറ്റി നമ്മൾ പറഞ്ഞതുപോലെ MSc സ്പോർട്സ് ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് അമിറ്റി യൂണിവേഴ്സിറ്റി സ്പോർട്സ് ന്യൂട്രീഷൻ MSc സ്പോർട്സ് ന്യൂട്രീഷൻ പറഞ്ഞ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവർക്ക് വലിയ ക്ലബ്ബുകൾ അതുപോലെ വലിയ ടീമുകളായിട്ട് ഒക്കെ ന്യൂട്രീഷൻ ലിങ്ക് ഉണ്ട്. അത് കാരണം പ്ലേസ്മെന്റ് വളരെ കൂടുതലുള്ള ഒരു മേഖലയാണ് ഇപ്പൊ MSc അമിറ്റി യൂണിവേഴ്സിറ്റിയുടേത്. ഇനി നമുക്കുള്ളൊരു മേഖല സ്പോർട്സ് സൈക്കോളജിസ്റ്റ്, മീൻസ് നമ്മുടെ താരങ്ങളുടെ സമ്മർദ്ദം. ഈ താരങ്ങളുടെ സമ്മർദ്ദം എല്ലാം കുറയ്ക്കാൻ വേണ്ടി, അതുപോലെ എല്ലാ ആരോഗ്യം ഒരു ഡെസ്പായി നിൽക്കുന്ന ഒരു സമയത്ത് ഒരു മോട്ടിവേഷൻ കൊടുക്കുക, അതിനൊക്കെ ആണല്ലോ മെയിനായിട്ടും സൈക്കോളജിസ്റ്റുകളുടെ ഉപയോഗം വരുന്നത്. അതേപോലെ കോൺസെൻട്രേഷൻ, ടീമിന്റെ സ്പിരിറ്റ്, അതെല്ലാം കൂട്ടാൻ വേണ്ടി എല്ലാ ടീമുകളും, മെയിൻ ടീമുകളെല്ലാം തന്നെ അവർക്ക് സൈക്കോളജിസ്റ്റ് റിക്രൂട്ട് ചെയ്യാറുണ്ട്. അതേ ഓരോ താരങ്ങൾക്ക് മെന്റൽ സപ്പോർട്ട് കൊടുക്കുക. അതാണ് നമ്മൾ ഫിസിക്കൽ സപ്പോർട്ട് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് മെന്റൽ സപ്പോർട്ട്. നമ്മുടെ ചെസ്, അതുപോലെ നമ്മുടെ റൈഫിള്, ഷൂട്ടിങ്, ആ മേഖലയെല്ലാം തന്നെ ഓരോ താരങ്ങൾക്കും ഇങ്ങനെ ഉണ്ടാവും കോൺസെൻട്രേഷന് വേണ്ടി. അതിന്റെ മെന്റൽ ഹെൽത്ത് കണ്ടീഷന്, അതുപോലെ നമ്മൾ പ്രഷർ ഇല്ലാതെ വർക്ക് ചെയ്യുക ഫീൽഡിൽ എന്താണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി. അതിലെ ടീം താരങ്ങൾക്ക് മാനസിക ഇതൊക്കെ കൊടുക്കുക. BA BS ഫിസിക്കൽ നമുക്കറിയാം. ഡിഫറെന്റ്, ഞാൻ സമയം പരിമിതമായത് കാരണം നിങ്ങൾക്കറിയാം BA BSc ഒക്കെ സൈക്കോളജി പല കോളേജുകളിൽ പല സ്ഥലങ്ങളിലും ഞാൻ ഇനി പറഞ്ഞു നിൽക്കുന്നില്ല. അതേപോലെ MA MSc എല്ലാം സൈക്കോളജി ഉണ്ട്. കാരണം ഞാൻ എല്ലാം ഷോർട്ട് ആക്കിട്ടാണ് പറഞ്ഞാൽ വൈഡ് ഏരിയ ആയത് കാരണമാണ് ഇത് ഇങ്ങനെ ഷോർട്ട് ആക്കിട്ട് വരുന്നത്. PG ഡിപ്ലോമ സൈക്കോളജി അത് മുന്നോട്ട് ചെയ്യണം. PG ഡിപ്ലോമ ഇൻ സ്പോർട്സ് സൈക്കോളജി ഒരു ഇയർ കോഴ്സ് ആണ്. ഒരു ഇയർ കോഴ്സിന് ശേഷം അത് സ്പോർട്സിന് വേണ്ടി മാത്രം സ്പെസിഫൈ ചെയ്ത് ഡിഗ്രിക്ക് ശേഷം പോകാൻ പറ്റുന്ന ഒരു കോഴ്സാണ്. അതേപോലെ അതിനുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഏതൊക്കെയാ നോക്കട്ടെ. അത് നാഷണൽ സ്പോർട്സ് യൂണിവേഴ്സിറ്റി മണിപ്പാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ ഇംഫാലിലുള്ള നാഷണൽ സ്പോർട്സ് യൂണിവേഴ്സിറ്റി, അവിടെ MSc സ്പോർട്സ് സൈക്കോളജി എന്ന് പറഞ്ഞ ഒരു സ്പെസിഫൈ ചെയ്ത ഏരിയ തന്നെയാണ്. സ്പോർട്സ് സൈക്കോളജി തന്നെ അവിടെ കൊടുക്കുന്നുണ്ട്. അതേപോലെ നാഷണൽ ലക്ഷ്മിബായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞു ഗുഡിയറിലുണ്ട്, ആദ്യം പറഞ്ഞ സൈഡ് അവിടെ ഉണ്ട് കോഴ്സ്. ടിസ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് സോഷ്യൽ സ്റ്റഡീസ് മുംബൈ അവിടെ ഉണ്ട്. അതുപോലെ ക്രിസ്റ്റ് കോളേജ് അല്ലേ നമ്മുടെ ബാംഗ്ലൂർ, അവിടെ BSc MSc സൈക്കോളജി. അവിടുത്തെ MSc സ്പോർട്സ് അല്ല, പക്ഷെ അടുത്ത സൈക്കോളജിക്ക് സ്പോർട്സിലേക്കൊക്കെ നല്ല റിക്രൂട്ട്മെന്റ് നടത്താറുള്ള ഒരു ഇതാണ്. ഇനി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലുള്ള ഇതെന്നൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസർച്ച് മേഖലയിലൊക്കെ പോയി നമുക്ക് അങ്ങനെ എത്തിപ്പെടാൻ പറ്റുന്ന മേഖലയാണ് അതൊക്കെ. ഇപ്പൊ നമുക്ക് ഒളിമ്പിക് ടീം, സായി, അങ്ങനെയുള്ള ടീമിലേക്കെല്ലാം ഇതിന് നല്ല സാധ്യതയുള്ള മേഖലയാണ്. ഇനി മറ്റൊരു മേഖലയാണ് നമുക്ക് പറയാനുള്ളത് യോഗ ഒരു സ്പോർട്സിനുപരി ഒരു ഡിഫറെന്റ് മേഖല തന്നെയാണ്. ഞാൻ യോഗ ഇവിടെ ഉൾപ്പെടുത്താൻ കാരണം ചെറിയ സമയമേ ഉള്ളൂ, എന്നാലും ഞാനിവിടെ ഉൾപ്പെടുത്താൻ കാരണം മറ്റൊന്നല്ല, യോഗയുടെ സാധ്യത ഇന്ത്യയിൽ അനുദിനം കൂടി വരികയാണ് നമുക്കറിയാം.
നമുക്ക് യോഗ സാധ്യത ഇന്ന് ഇന്ത്യയിൽ അനുദിനം വർദ്ധിച്ചു വരികയാണ്. മണിക്കൂറായി കഴിഞ്ഞു. പെട്ടെന്ന് പറഞ്ഞു തീർക്കാണ്. മൊറായി ദേശായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യോഗ. മൊറായി ദേശായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യോഗ ഡൽഹിയാണ്. അവിടെ ആയുഷ് മന്ത്രാലയത്തിന്റെ കീഴിൽ വരുന്ന സ്ഥാപനമാണ്. അവിടെ യോഗയിൽ കോഴ്സ് കൊടുക്കുന്നുണ്ട്. ഡിഫറെന്റ് കോഴ്സുകളുണ്ട്. സ്വാമി വിവേകാനന്ദ യോഗ അനുഷ്ഠാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്ന ഡീംഡ് യൂണിവേഴ്സിറ്റി യോഗയിലെ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്ന സ്വാമി വിവേകാനന്ദ യോഗ അനുഷ്ഠാൻ പറഞ്ഞ അവിടെ നല്ല സാധ്യത ഒരു സ്ഥലമാണ്. അതേപോലെ പിന്നെ ബീഹാർ സ്കൂൾ ഓഫ് യോഗ മുംബൈയില്, ബീഹാറിലെ മുംബൈ എന്ന് പറഞ്ഞ സ്ഥലത്ത് ബീഹാർ യോഗ ഇൻസ്റ്റിറ്റ്യൂട്ട്, അത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആണ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. പക്ഷെ അവിടെ നല്ല സാധ്യതയുണ്ട്. ഇന്ന് യോഗ എവിടെ ചെയ്താലും നല്ല സാധ്യതയുള്ള കോഴ്സാണ്. കാരണം ഇന്ത്യയാണ് അതിന്റെ ഹബ്ബ്. തുടക്കം ഇന്ത്യ അത് കാരണം മറ്റു സ്ഥലങ്ങളിലേക്ക് നല്ല സാധ്യതയുണ്ട്. അതേപോലെ പതഞ്ജലി യോഗ പീർ എന്ന് പറഞ്ഞാൽ ഹരിദ്വാറിലുള്ള ഇതുണ്ട്. അത് ബാബ രാംദേവ് തുടങ്ങിയ അതും നല്ല റിക്രൂട്ട് പുറത്തൊക്കെ ചെയ്തു പോകുന്നതാണ്. അതേപോലെ യോഗ ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മളെ ഇവിടെ യോഗ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാണ്ട് സാന്താക്രോസ്, മുംബൈയിലെ സാന്താക്രോസിലുള്ള യോഗ ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞാണ്ട് അത് ആയുഷ് അംഗീകാരമുള്ള ഒരു നല്ല സ്ഥാപനമാണ്. ഇതിലെ പ്രൊവൈഡ് ചെയ്യുന്ന പ്രധാന കോഴ്സുകൾ ഞാൻ പറയുന്നത് പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന ടൈം ആയതുകൊണ്ടാണ്. അല്ല, കോഴ്സുകൾ സർട്ടിഫിക്കറ്റ് ഇൻ സർട്ടിഫിക്കറ്റ് ഇൻ യോഗ എന്ന് പറഞ്ഞത് 3 മുതൽ 6 മാസം വരെ നീണ്ടു നിൽക്കുന്ന കോഴ്സുകളാണ്. അത് 10ന് ശേഷം പോകാം, 10ാം ക്ലാസ്സിന് ശേഷം പോകാൻ പറ്റുന്ന കോഴ്സാണ്. അത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ പഠിപ്പിക്കുക. അതേപോലെ ഡിപ്ലോമ, യോഗയിൽ ഡിപ്ലോമ 1 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളുണ്ട്. +2ന് ശേഷം പോകാൻ പറ്റുന്നതാണ്. ഗവൺമെന്റ് പ്രൈവറ്റുമായ സ്ഥാപനങ്ങളുണ്ട്. അതുപോലെ PG ഡിപ്ലോമ ഇൻ യോഗ നമുക്ക് 1 വർഷത്തെ കോഴ്സാണ്. അതിന് എനി ഡിഗ്രി ഉണ്ടായാലും എനി ഡിഗ്രി ഉള്ള ആളുകൾക്ക് പോകാൻ പറ്റുന്ന സ്ഥാപനമാണ്. അത് മൊറാർജി ദേശായി ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ പറഞ്ഞ അതിലെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ MSc MA യോഗ, MScയും MA ഒക്കെ ആയിക്കാണ് യോഗ പ്രൊവൈഡ് ചെയ്യുന്നത്. PG കോഴ്സ് 2 വർഷത്തെ കോഴ്സാണ്. അതില് ഡിഗ്രി ഉണ്ടായാൽ മതി, എനി ഡിഗ്രി ആയാൽ മതി. പക്ഷെ അതിന് ഗവേഷണ സാധ്യത വളരെ കൂടുതലാണ്. MScയും MA ഒക്കെ യോഗ നമ്മൾ ആദ്യം പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിലെല്ലാം ഉണ്ട്. അവിടെ നല്ല സാധ്യത ഉണ്ട്. പുറത്ത് രാജ്യങ്ങളിലൊക്കെ നല്ല സാധ്യത ഉണ്ട്. അതേപോലെ PhD ഇൻ യോഗ നമുക്കറിയാം, അത് 3 മുതൽ 5 വർഷം ഉണ്ടാവുന്ന ആദ്യത്തെ. അതിന് PGD നമുക്കറിയാവുന്ന, അത് കൂടുതലായിട്ട് റിസർച്ച് ചെയ്യുന്ന മേഖലകളായിരുന്നു. ഇതിന് ജോലി സാധ്യതകൾ എന്ന് പറഞ്ഞാൽ ആയുഷ് മന്ത്രാലയത്തിന് കീഴിൽ ഒരുപാട് സാധ്യതകൾ ഇനി അടുത്ത വർഷങ്ങളിലൊക്കെ ഒരുപാട് റിക്രൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ യോഗയുടെ സാധ്യതകൾ. അതുപോലെ NCC, ആർമി ഇങ്ങനെയുള്ള എല്ലാ ക്യാമ്പുകളും യോഗ ട്രെയിനർമാരുണ്ട്. അതുപോലെ വിദേശ രാജ്യങ്ങളിൽ നമ്മുടെ ഇന്ത്യൻ യോഗ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ വിദേശ രാജ്യം കാനഡ, അതുപോലെ അമേരിക്ക നല്ല സാധ്യത പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് നമ്മളെ ഇതിലുള്ള. നമുക്ക് നമ്മുടെ ഈ യോഗയ്ക്ക് പ്രത്യേകം സ്കോളർഷിപ്പുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ യോഗ എടുത്തു കഴിഞ്ഞ കുട്ടികൾക്ക് വേണ്ടി മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന ഇതുകളുണ്ട്. എന്താ പറയാ, സ്കോളർഷിപ്പുകളും പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാവുന്നതാണ്. നമ്മൾക്ക് ഈ സ്പോർട്സ് മേഖലയിൽ കുട്ടികൾക്ക് അതിന്റെ ഇടയിൽ ഞാൻ ഒരു കാര്യം പറയാൻ പോയി. നമ്മുടെ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ പ്രൊവൈഡ് ചെയ്യുന്നത് വൈഡ് ഏരിയ ആയത് കാരണം കേട്ടോ ഞാൻ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. ഈ സായി എന്ന് പറഞ്ഞ സ്ഥാപനം ഡിഫറെന്റ് ഏരിയയിലേക്ക്, അതിന് ഡിഫറെന്റ് റീജിയൻ സെന്ററുകളുണ്ട്. നമുക്ക് അത് ഏതൊക്കെയാന്നുള്ളത് ബാംഗ്ലൂർ, കൊൽക്കത്ത, മുംബൈ, ഗാന്ധിനഗർ, ഭോപ്പാൽ, അങ്ങനെ ഡിഫറെന്റ് സ്ഥലത്തുണ്ട്. സായിയുടെ പ്രധാന സ്ഥാപനങ്ങൾ നമ്മുടെ അത് എക്സലൻസിന്റെ പേരിൽ നമുക്ക് സായി ട്രെയിനിങ് സെന്ററുകൾ, അതേപോലെ സായിയുടെ നാഷണൽ സെന്റർ ഫോർ എക്സലൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സായി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞു കേരള സ്പോർട്സ് കൗൺസിലൊക്കെ ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ് തലങ്ങളിലൊക്കെ, അഥവാ രാജ്യാന്തര തലക്കാരെങ്കിലും എടുക്കൂല എന്നല്ല, പക്ഷെ കൂടുതൽ അവിടെയാണ് പോവുക. സായിലേക്ക് നമുക്ക് രാജ്യാന്തര തലത്തിലേക്ക് പോകണം. ആ തലത്തിലേക്ക് എത്തുമ്പോൾ സായില് റിക്രൂട്ട് ഉണ്ടാവും. ഈ സായിൽ റിക്രൂട്ട് പറഞ്ഞാൽ രാജ്യാന്തര ഇതൊക്കെ ഉണ്ടാകും. അവിടെ കിട്ടിക്കഴിയാന്ന് പറഞ്ഞാൽ കുറച്ച് നമ്മൾ നന്നായിട്ട് സാധ്യത ഉണ്ടെങ്കിൽ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്താൽ കിട്ടും. അവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഉള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിന്റെയൊക്കെ എല്ലാം ഈ സ്പോർട്സിന്റെ പ്രത്യേകത, സ്പോർട്സിലെ എല്ലാ അക്കാദമിയും നമ്മുടെ ഭക്ഷണം, ഫുഡ്, പഠനം എല്ലാം തന്നെ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന പ്രൈവറ്റുകളല്ലാത്ത എല്ലാം തന്നെ. അതിൽ ഈ സായിലൊക്കെ ഏകദേശം ഒരു താരത്തിന് ഏകദേശം ഒരു ദിവസത്തിന് ഒരു 900 രൂപ റേഞ്ചിലെല്ലാം ഭക്ഷണത്തിന് വേണ്ടി മാത്രം തരുന്നുണ്ട്. ഭക്ഷണത്തിന് വേണ്ടി എക്സ്ട്രാ അലവൻസ് ആണ് നമ്മൾ പറയുന്നത്. അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ ട്രിവാൻഡ്രത്തിലെ കായക്കൂട്ടത്തിലുള്ള LNC, IP, അതുപോലെ മറ്റു സായിയുടെ ഡിഫറെന്റ് സ്ഥലങ്ങൾ നമ്മുടെ തലശ്ശേരി ഉണ്ട്, അതുപോലെ ബാംഗ്ലൂർ ഉണ്ട്. ഡിഫറെന്റ് സ്ഥലത്ത് നമുക്ക് സായിക്ക് സെന്ററുകൾ ഉണ്ട്. അതുപോലെ സായി നമ്മുടെ സ്പെഷ്യൽ ഏരിയയിൽ ഗെയിം നടക്കും. അത് ആദിവാസി, ഹിൽ ഏരിയ അങ്ങനെ സ്ഥലങ്ങളിലൊക്കെ
അവരുടെ ട്രെയിനിങ് സെന്ററുകളുണ്ട്. അപ്പം പിന്നെ അതൊക്കെയാണ് അതിനെ കുറിച്ച് പറയാനുള്ള ഒരു പ്രധാന മേഖല. അതിൽ നമുക്ക് പ്രധാനമായിട്ടും അവരെ റിക്രൂട്ട്മെന്റ് നടത്തുന്ന ടാലന്റ് ഹണ്ട് എന്ന് പറയുന്നത്. അഥവാ അവരെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെർഫോമൻസ് അവർ തന്നെ വിലയിരുത്തും. എന്നിട്ടാണ് അവർ നമ്മളെ എടുക്കാൻ പ്രധാനമായിട്ടും ചെയ്യുക. നമുക്ക് നല്ല പെർഫോമൻസ് ഉണ്ടെങ്കിൽ അവർ തന്നെ നമ്മളെ എടുത്തുകൊണ്ടു. അതേപോലെ ആനുവലായി സായിന്റെ ട്രയല് അത് വെരി ഇമ്പോർട്ടൻറ്റ്, നോട്ട് ചെയ്യണം. എല്ലാ വർഷവും സായി ഓഗസ്റ്റ് മുതൽ ജൂൺ ഏപ്രിൽ ജൂൺ മാസത്തിനിടയിൽ ആ വെക്കേഷൻ കാലത്ത് അവരുടെ സെലക്ഷൻ ട്രയൽസ് ഡിഫറെന്റ് സ്ഥലങ്ങളിൽ ഡിഫറെന്റ് റീജിയണിൽ നടത്താറുണ്ട്. അവിടെ കിട്ടിക്കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ലൈഫ് സെറ്റാണ് സായിയുടെ ഇത്. അപ്പൊ അത് എല്ലാവരും നോട്ട് ചെയ്ത് കണ്ട് നോക്കേണ്ട ഒരു സ്ഥലമാണ്. അതുപോലെ സായി പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്ലോമ ഇൻ സ്പോർട്സ് കൗൺസിലിംഗ് ഉണ്ട്. അതേപോലെ PG ഡിപ്ലോമ ഇൻ കോച്ചിങ്, അതുപോലെ BPEd, MPEd, സർട്ടിഫിക്കറ്റ് കോഴ്സ്, ഡിഫറെന്റ് കോഴ്സുകളുടെ സാധ്യതയുള്ള ഒരു മേഖലയാണ് സായി. നമുക്ക് സായിയെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാം. സായി സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ, നിങ്ങൾ www.sai.gov.in എന്ന സൈറ്റിൽ നിങ്ങൾക്ക് കയറാൻ നോക്കുക. കാരണം ചെറിയ സമയം അതുകൊണ്ടാണ്, പക്ഷെ നല്ല ഏരിയ ആണ്. അഥവാ നമ്മൾ ഇത്രയും പറഞ്ഞ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. നമ്മളെ മിനിസ്ട്രി ഓഫ് യൂത്ത് അഫെയറിന്റെ അണ്ടറിൽ വരുന്നതാണ്. അവിടെ യൂത്ത് ആൻഡ് സ്പോർട്സ് മിനിസ്ട്രിയുടെ അണ്ടറിൽ വരുന്നതാണ്. അവിടെ എല്ലാ സാധ്യതകളും ഉണ്ട്. ഇത്രയും പറഞ്ഞ എല്ലാ കോഴ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഒരുപാട് സ്ഥലങ്ങളുണ്ട്, അവർക്ക് ഒരുപാട് സെന്ററുകളുണ്ട് റീജിയനുകളുടെ അണ്ടറിൽ. അപ്പൊ ഈ സായിഡ് നമ്മൾ ഇതായി കഴിഞ്ഞാൽ നല്ല സായിയുടെ കോച്ചാവാം, അതേപോലെ അസിസ്റ്റന്റ് കോച്ചാവാം. സായിന്ന് ഇത് കഴിഞ്ഞ ആളുകളാണ് നമ്മൾ ഇവിടുത്തേക്ക് കോച്ചുമാരായി കണ്ടൊക്കെ എല്ലാ ടീമിന്റെയും അതേപോലെ നമ്മളെ സ്പോർട്സ് കൗൺസിലിന്റെ എല്ലാമായി മാറുന്നത്. അപ്പം അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമ്മുടെ സ്കൂളുകൾക്ക്. അതുപോലെ കേലോ ഇന്ത്യ, നിങ്ങൾ ഡിഫറെന്റ് ആയിട്ട് സ്പോർട്സ് നിങ്ങൾ എന്തൊക്കെ കേട്ടിക്കണോ അതിനെല്ലാം ഉള്ള ഒരു തന്നെയാണ് സായിലേക്കുള്ള റിക്രൂട്ട്മെന്റ്. അത് പിന്നെ അതേപോലെ അവർക്ക് സ്കോളർഷിപ്പ്, സായി ഒരുപാട് സ്കോളർഷിപ്പുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ സ്കോളർഷിപ്പുകൾ നമുക്ക് നോക്കാം. അതേപോലെ ഈ സ്പോർട്സ് താരങ്ങൾക്ക്, സ്പോർട്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് നമുക്ക് ഇതുണ്ട്, എന്താ പറയുക, സ്കോളർഷിപ്പ്, ഡിഫറെന്റ് സ്കോളർഷിപ്പ് ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, അതുപോലെ സെൻട്രൽ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ഒരു സ്കോളർഷിപ്പാണ് കേലോ ഇന്ത്യ. നിങ്ങൾക്ക് കിട്ടണം കേലോ ഇന്ത്യ എന്ന് പറഞ്ഞാൽ സ്പോർട്സ് താരങ്ങൾക്ക് വേണ്ടി ഡിഫറെന്റ് താരങ്ങൾക്ക് നടത്തുന്നത്. ഇപ്പൊ പറഞ്ഞ വൈഡ് ഏരിയ ആണ്. അതേപോലെ കേലോ ഇന്ത്യ സ്കോളർഷിപ്പ് എന്ന് പറയും. ഈ കേലോ ഇന്ത്യ സ്കോളർഷിപ്പ് നമ്മളെ 6 മുതൽ 12 വരെയുള്ള കുട്ടികളുണ്ടല്ലോ, ആ കുട്ടികൾക്ക് നടത്തുന്ന ഒരു സ്കോളർഷിപ്പാണ്. കഴിവുള്ള കുട്ടികൾ, അതവർക്ക് ആദ്യം നമ്മൾ ചെയ്യേണ്ട പണി എന്ന് വെച്ചാൽ സ്പോർട്സിലെ കഴിവ് തെളിയിക്കുക എന്നതാണ്. അവർക്ക് കൊടുക്കുന്ന ഒരു ഇതാണ്. അതേപോലെ ഈ സ്പോർട്സ് സ്കൂളുകളിലെ കുട്ടികൾക്ക് കൊടുക്കുന്നതാണ് കേലോ ഇന്ത്യ സ്കോളർഷിപ്പ്. അവർക്ക് ഈ സ്കോളർഷിപ്പിന് നമ്മൾ അർഹരായി കഴിഞ്ഞാൽ 10,000 രൂപ മാസാമാസം കിട്ടുന്നതാണ്. അതേപോലെ അവര് അത് സെലക്ട് ചെയ്ത് കഴിയും. അത് കിട്ടിക്കഴിഞ്ഞാൽ നല്ല ഇതാണ്. അതുപോലെ 6 മുതൽ 12 ക്ലാസ്സിന്റെ കുട്ടികൾക്കാണ് അത് മെയിനായിട്ട് കൊടുക്കുന്നത്. അതേപോലെ അതും നടത്തുന്നത് നമ്മൾ ടാലന്റ് ഹണ്ട് എന്ന് പറയുന്നത്. അഥവാ നമ്മുടെ കപ്പാസിറ്റി എന്താണെന്ന് അവർ വിലയിരുത്തും. ആ കപ്പാസിറ്റി പരസ്പരം മത്സരിപ്പിച്ച് അതിലെ കഴിവുള്ള കുട്ടികൾക്കാണ് ഇത് കൊടുക്കുന്നത്. പിന്നെ നാഷണൽ സ്പോർട്സ് ടാലന്റ് സ്കീം, നാഷണൽ സ്പോർട്സ് ടാലന്റ് സ്കീം എന്ന് പറഞ്ഞാല് അത് നമുക്ക് 8 മുതൽ 14 വയസ്സുള്ള കുട്ടികൾക്ക് റെസിഡൻഷ്യൽ സ്കൂളുകൾ പഠിക്കുമല്ലോ. റെസിഡൻഷ്യൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു എവിടെയൊക്കെ ജോയിൻ ചെയ്യാം, ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ട്. അവിടെ റെസിഡൻഷ്യലായി പഠിക്കുന്ന കുട്ടികൾക്ക് കൊടുക്കുന്ന സ്കോളർഷിപ്പാണ് നാഷണൽ സ്പോർട്സ് ടാലന്റ് സെർച്ച് സ്കീം എന്ന് പറയും. അതേപോലെ നാഷണൽ സ്കോളർഷിപ്പ് ഫോർ സ്പോർട്സ് പേഴ്സൺസ്, അത് UG PG പഠിക്കുന്ന പിള്ളേർക്ക്, UG PG പഠിക്കുന്ന കുട്ടികൾക്ക് കൊടുക്കുന്ന സ്കോളർഷിപ്പാണ് നാഷണൽ സ്കോളർഷിപ്പ് ഫോർ സ്പോർട്സ് പേഴ്സൺസ് എന്ന് പറയും. അങ്ങനെയുള്ള സ്കോളർഷിപ്പ്. പിന്നെ ഡിഫറെന്റ് റിലയൻസ്, അതുപോലെ MRF, ഇങ്ങനെ പ്രൈവറ്റ് സ്ഥാപനങ്ങളുണ്ട്. സ്പോർട്സ് മേഖലയിൽ നമുക്ക് ഇറങ്ങി പുറപ്പെട്ടാൽ നമുക്ക് കരിയർ നമുക്ക് സെറ്റായി, ഗോൾ സെറ്റ് ആണെങ്കിൽ നമ്മൾ ഏറ്റെടുക്കാൻ തന്നെ നമ്മൾ വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് തന്നെ ഉണ്ട്. അഥവാ നമ്മുടെ റിലയൻസ് പോലത്തെ ഉണ്ട്. അങ്ങനെ നല്ല ഒരു വലിയ ശാഖ തന്നെയാണ് സ്പോർട്സ്. ഞാൻ ചെറിയ ഈ ടൈമിന്റെ ഉള്ളിൽ പറഞ്ഞത് നിങ്ങൾക്ക് സ്പീഡായിരുന്നു എനിക്കറിയാം. ചെറിയ ടൈമിന്റെ ഉള്ളിൽ ഒതുക്കാൻ വേണ്ടിയായിരുന്നു. 1 മണിക്കൂർ കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ സാറന്മാരുണ്ട് കൂടെ, എന്റെ ഗുരുക്കന്മാരാണ്, അവരോട് ചോദിക്കാം. അതേപോലെ ചെറിയ സംശയങ്ങളാണെങ്കിൽ ഞാൻ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. കേൾക്കാവോ? കേൾക്കാം. കേൾക്കാം സാറേ, എനിക്ക് ഡൗട്ട്, ഈ +2 കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ നാഷണൽ ലെവലിലുള്ള കോളേജുകളിൽ, ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ പഠിക്കണമെങ്കിൽ ഇവര് ഈ CUET വഴിയല്ലേ എല്ലാം എൻട്രൻസ് അല്ലേ കിട്ടുക? ഹലോ, കേൾക്കുന്നുണ്ടോ? ഓഫ് ആക്കണം, എല്ലാവരും കൂടി പറഞ്ഞാൽ ക്ലിയർ ആവത്തില്ല.
മാഡം കേൾക്കുന്നുണ്ടോ? ഇനിയിപ്പോ ഞാൻ പറയാൻ പോകുന്നത് എന്ന് വെച്ചാല് നമ്മുടെ നാഷണൽ ലെവലിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പറയുന്നത് വെച്ചാൽ മെയിൻ ആയിട്ട് ബേസിക്കായിട്ട് നോക്കുക നമുക്ക് ടാലന്റ് ഉണ്ടോ എന്നാണ് നോക്കുക. ആ സ്പോർട്സിൽ ടാലന്റ് ഉണ്ടോ എന്നുള്ളത്. ഈ ടാലന്റ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് ചില ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അത് കൂടുതലും തന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റ്സിന്റെ ബേസ് ആണ്. അവർ ബേസിക്കലി സ്പോർട്സിന് വേണ്ട നമ്മുടെ പിന്നെ ഫിസിക്കൽ ഇതാണല്ലോ. നേരെ മറിച്ച് നമുക്കറിയാം പിന്നെ ഫിസിയോതെറാപ്പി, അതുപോലെ നമ്മുടെ ഞാൻ ഡിഫറെന്റ് ശാഖ പറയാൻ കാരണം വെറും പ്ലേയേഴ്സ് മാത്രമല്ലല്ലോ രാജ്യത്ത് വളർന്നു വരുന്നത്. അതിന്റെ അനുബന്ധ ശാഖകളും വളർന്നു വരുന്നത്. ഈ അനുബന്ധ ശാഖയിലേക്കെല്ലാം തന്നെ ചെറിയ എക്സാമുകൾ ഉണ്ട്. അതും പിന്നെ എല്ലാം തന്നെ അത്ര ടൈറ്റ് എക്സാം അല്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. കാരണം അതിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് മാനേജ്മെന്റിന്റെ അവരുടെ എക്സാം കുറച്ച് നല്ലതാണ്. കാരണം ബാക്കിയെല്ലാം തന്നെ കുറച്ച് നമ്മൾ ഒന്ന് ട്രൈ ചെയ്താൽ കിട്ടുന്ന എക്സാംസ് ആണ്. അതുപോലെ മാത്രമല്ല കുറെ വേണ്ടാത്തുണ്ട്. ഇപ്പൊ കാരണം കേരളത്തിലൊക്കെ ഉള്ള നമ്മുടെ ചില സ്ഥാപനങ്ങളിലേക്കൊന്നും അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ചില സ്ഥലങ്ങളിലൊന്നും അവർ എൻട്രൻസ് എക്സാം അല്ല, അവർ മെയിനായിട്ട് നോക്കുന്ന പറഞ്ഞാൽ നമ്മുടെ ടാലന്റ് പിന്നെ ഫിസിക്കൽ നടത്തും. പിന്നെ അവരുടെ എക്സാം എന്ന് അത്ര ടൈറ്റ് അല്ല. സിലബസിൽ നോക്കിയാൽ നമുക്കറിയാം അത്ര വലിയ ടൈറ്റ് എൻട്രൻസ് അല്ല. കാരണം സ്പോർട്സിന് വേണ്ടിയുള്ളതാണല്ലോ. അപ്പൊ അത്ര തന്നെ അതിപ്പോ എങ്ങനെയാണ് മോഡൽ കാണിച്ചു തരാൻ അത്ര ടൈറ്റ് അല്ല. സിംപിളി ക്ലിയർ ആയിട്ടുണ്ടോ? ഓക്കെ സാറേ, താങ്ക് യു സാറേ. ഹലോ സാർ, പറയണം. കേൾക്കാം സാറേ? കേൾക്കാം കേൾക്കുന്നുണ്ട്, പറയൂ. സാറേ. എൻ്റെ ഒരു യോഹാൻ വർഗീസ്. ഞാനിപ്പം സ്പോർട്സ് മാനേജ്മെന്റ് കഴിഞ്ഞിട്ടിരിക്കുക. ഇപ്പൊ ഇന്റേൺഷിപ്പ് പ്ലേസ്മെന്റ് ഒക്കെ കാരണം ഞാൻ ശരിക്കും ഈ കോളേജിനെ കുറിച്ച് അന്വേഷിച്ചില്ല. അവര് പറഞ്ഞ് എല്ലാം പ്ലേസ്മെന്റ് തന്നെ പറഞ്ഞു. പിന്നെ രാമയ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് എന്ന കോളേജ് വരും ബാംഗ്ലൂർ. അപ്പം അവരെ പ്ലേസ്മെന്റ് ആയിട്ട് പിന്നെ ഇപ്പം പഠിച്ചു കഴിഞ്ഞു. പിന്നീട് പറഞ്ഞു അവരൊന്ന് അവസരം മനസ്സിൽ പ്ലേസ്മെന്റ് ഒന്നുമില്ല. അവർ ആദ്യം പറഞ്ഞു കോഴ്സ് എക്സ്ചേഞ്ച് ഈ കോഴ്സ് നമ്മൾ നിങ്ങളെ ഈ കോഴ്സ് എക്സ്ചേഞ്ച് പോലെ തന്നെ വെളിവിടുന്നു പറഞ്ഞു. പിന്നെ അതേ കേട്ട് അവർ ഒന്നുകൂടി വന്ന് ചോദിക്കും എന്നോട്. ഞാനിപ്പം സ്പോർട്സ് മാനേജ്മെന്റ് പഠിച്ചു കഴിഞ്ഞിരിക്കുക. സ്പോർട്സ് മാനേജ്മെന്റ് പഠിച്ചു രാമയ്യ കോളേജില്. അതെ. അവര് പറഞ്ഞു ആദ്യം പറഞ്ഞു പ്ലേസ്മെന്റ് ഒക്കെ ഉണ്ടെന്നാ പറഞ്ഞു. പിന്നെ അവരെ പറഞ്ഞു ഇല്ല, ഞങ്ങളിപ്പോ അന്വേഷിച്ചില്ല. പിന്നെ ഞങ്ങൾ ISM ഒക്കെ ഇപ്പൊ അറിയുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ രാമയ്യ ബാംഗ്ലൂർ. രാമയ്യ കോളേജ്. സ്പോർട്സ് മാനേജ്മെന്റ് അതുപോലെ നമ്മളെ സർ വോയിസ് കട്ടാണ്. വോയിസ് കട്ടാ സാറേ. സർ ഇതുവരെ പറഞ്ഞത് കേട്ടിട്ടില്ല, വോയിസ് കട്ടാണ്. സർ ഒന്ന് വീഡിയോ ഒന്ന് ഓഫ് ആക്കിയിട്ട്. അതായിരിക്കും നല്ലത് തോന്നുന്നു. യെസ്. ജോഹൻ, നിങ്ങൾ പഠിച്ചത് പ്രൈവറ്റ് കോളേജിലായിരുന്നോ? പ്രൈവറ്റ് കോളേജ് സാറേ. നമ്മൾ ഈ കോളേജിനെ പറ്റി അന്വേഷിച്ചില്ല സാറേ. അന്വേഷിച്ചില്ല. ഇപ്പൊ കഴിഞ്ഞു ആദ്യം അവർ പ്ലേസ്മെന്റ് തരുന്ന പറഞ്ഞു. ഇപ്പം അവർ തരുന്നില്ല. അപ്പം എന്താ വെച്ചാൽ അറിയില്ല. അപ്പം ഈ ക്ലബ്സിൽ എവിടെയെങ്കിലും ഒരു ഇന്റേൺഷിപ്പ് നോക്കാനാണ് നോക്കുന്നത്. സ്പോർട്സ് ക്ലബ്സിലല്ല IPL ക്ലബ്സിൽ എവിടെയും നോക്കാനാണ് നോക്കുന്നത്. അപ്പൊ എങ്ങനെയായിരിക്കും കിട്ടുക സാധ്യത? ഓപ്പറേഷൻസ് അനലിറ്റിക്സ് ഫീൽഡിലാണ് നോക്കുന്നത്. അപ്പൊ എങ്ങനെയാ കിട്ടാൻ സാധ്യത ഇന്റേൺഷിപ്പ്? നിങ്ങൾക്ക് ഏറ്റവും നല്ലത് അതിന് അറ്റൻഡ് ചെയ്യാൻ നല്ലത് നിങ്ങൾ ഈ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഏതായാലും കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞല്ലോ. ഇനി നിങ്ങൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടില് പിന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് മാനേജ്മെന്റ് അല്ല, അവർ മുഖാന്തരം നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങളുടെ കോളേജ് ഇപ്പൊ പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. കാരണം അവർ ആദ്യം ഉണ്ട് എന്ന് പറഞ്ഞു. ഇപ്പോ നിങ്ങളുടെ അതിന്റെ സഹായങ്ങളൊന്നും അങ്ങനെ ഒന്നും ഇല്ല എന്ന് പറയുന്നു എന്നാണ് നിങ്ങൾ പറയുന്നത്, അല്ലേ? അപ്പൊ അതില് ഈ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് മാനേജ്മെന്റ് അവിടെയെല്ലാം നിങ്ങളുടെ സർട്ടിഫിക്കറ്റും മറ്റുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ബെനിഫിറ്റ് മറ്റൊന്നുമല്ല. അവിടെ അവർക്കെല്ലാം നല്ല ലിങ്ക് ഉണ്ട്. വലിയ ഇൻഡസ്ട്രി ആയിട്ട് നല്ല ലിങ്കുള്ള സ്ഥാപനങ്ങൾ അവരൊക്കെ. നിങ്ങൾ അവരുമായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്താൽ അവർ ഒറ്റയ്ക്ക് അവരുടെ കുട്ടികൾക്കാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അവിടെ ചോദിച്ചാൽ വളരെ നന്നാവും. കാരണം സാധാരണ ഞാൻ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞ ഈ സ്ഥാപനങ്ങളാണ് സ്പോർട്സ് മാനേജ്മെന്റ് പ്രധാന സ്ഥാപനങ്ങൾ. ഞാനിപ്പോ പറഞ്ഞ സ്ഥാപനങ്ങൾ
അവർക്ക് നല്ല പ്ലേസ്മെന്റ് ഉള്ള സ്ഥാപനങ്ങളായിരുന്നു. ഇപ്പൊ ഞാനിപ്പോ നിങ്ങളുടെ ഈ കോളേജ് ഇത് ഇത് ബാംഗ്ലൂരല്ലേ നിങ്ങൾ പറഞ്ഞേ? ആ അപ്പം അത് എന്ന് വെച്ചാൽ ആ സ്ഥാപനങ്ങളുമായിട്ടൊക്കെ അവർക്ക് ആദ്യം ലിങ്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവരില്ലാന്ന് പറഞ്ഞായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഒരു കരിയർ വേണമല്ലോ. ആ ആ വേണം വേണം വേണം. അപ്പൊ അതിലേക്ക് നല്ലത് നിങ്ങളുടെ ഈ സ്ഥാപനങ്ങളിൽ അവർക്ക് വെച്ചാല് അവർക്ക് ലിങ്ക് ഉണ്ടാവും. ആ ക്ലിയർ ആയില്ലേ? സാറേ പിന്നെ സാറേ ഈ GISP ഒരു കോളേജ് വന്നിട്ട് ഇപ്പം അവരോട്ട് പോയി കോണ്ടാക്ട് ചെയ്യണോ? ഈ അവർക്ക് നിലവിൽ ഉണ്ടോ GISP? ക്ലിയർ ആയില്ല എനിക്ക്. ഇല്ലല്ലേ? അതറിയില്ല. അതുകൊണ്ട് അതിനെ കുറിച്ച് ചോദിക്കണം. കാരണം IISM ഞാൻ പോയി അന്വേഷിക്കാം. ഞാൻ അവരെ വിളിച്ച് ചോദിക്കാം. അതൊന്ന് അന്വേഷിക്കണം കേട്ടോ. ആ ഓക്കെ. ശരി. ഹലോ സാർ. പറയൂ സാറ്. അല്ല പറയൂ. എൻ്റെ പേര് ആദിൽ. ഞാന് ഫറൂഖ് കോളേജ് കോഴിക്കോടാണ് പഠിക്കണേ. പറയൂ അതിൽ. അപ്പൊ ഞാൻ ഇപ്പൊ എടുത്തിരിക്കണ ഡിഗ്രിന്ന് വെച്ചാൽ സബ്ജക്ട് എന്ന് വെച്ചാൽ BA ഇംഗ്ലീഷാണ്. അപ്പോ എനിക്ക് താല്പര്യം പ്രൊഫഷണൽ ആയിട്ട് ഫുട്ബോൾ പ്ലെയർ ആവാൻ തന്നെയാണ്. അതോടൊപ്പം കോച്ചിങ്ങിനാണ് താല്പര്യം. ഫുട്ബോൾ കോച്ച് ആവാന്നുള്ളത്. അപ്പോ അത് അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ AFCന്റെ ലൈസൻസ് എടുത്താ പോരെ? അങ്ങനെയാണ് അവിടുത്തെ കോച്ച് പറഞ്ഞത്. മസ്റ്റായിട്ട് ലൈസൻസ് എടുക്കണം. ലൈസൻസ് എടുത്ത് സർട്ടിഫിക്കറ്റ് കോച്ച് ആയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കരിയർ ആയിട്ട് പറയാൻ പറ്റും. നമ്മൾ വെറുതെ പ്ലെയർ ആയിട്ട് ജീവിച്ചിട്ട് അതിലുപരി നമ്മുടെ കരിയർ ആയിട്ട് മാറ്റണ്ടേ? അപ്പോ ഈ BA ഇംഗ്ലീഷിന്റെ ഒപ്പം നമ്മൾ ലൈസൻസ് എടുത്താ പോരെ? അത് മതി, അത് മതി. അതുപോലെ നമ്മളിപ്പോ ഞാൻ നിങ്ങളോട് പറഞ്ഞ ചില സ്ഥാപനങ്ങൾ ഉണ്ടല്ലോ. അവിടെ നമുക്ക് ഇപ്പൊ നമ്മുടെ ഇവിടെ തന്നെ ഇപ്പൊ ലൈസൻസ് ഉദാഹരണത്തിന് പറഞ്ഞ നമ്മുടെ മലപ്പുറം ജില്ലയിലെ പയ്യനാട് പറയും, മഞ്ചേരി. അവിടെ നമ്മളെ ഫുട്ബോൾ പ്ലേയേഴ്സ് അല്ല, കോച്ചിന് വേണ്ടിയുള്ള സർട്ടിഫിക്കറ്റ്സ് അഥവാ DCP ഇങ്ങനെയുള്ള ലെവൽ കോച്ചുകളാണ്. ഉദാഹരണത്തിന് അത് ആദ്യം D കോച്ച് ആവുക, പിന്നെ C ആദ്യം D, പിന്നെ C, പിന്നെ BA അങ്ങനെയൊക്കെയാണ് അതിന്റെ കാറ്റഗറി വരുന്നത്. നമ്മളെന്താ വെച്ചാൽ ആദ്യം നമുക്ക് കിട്ടുക D ആണ്, പിന്നെയാണ് C കിട്ടുക, അങ്ങനെയാണ്. അപ്പൊ നമുക്ക് ഈ പയ്യനാട് എല്ലാം തന്നെ ഇത് പ്രൊവൈഡ് ചെയ്യാണ്. പയ്യനാട് ഗ്രൗണ്ട് എല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യാറ്. ക്ലിയർ ആയിട്ടുണ്ടോ? അതിനുള്ള പ്രൊസീജിയർ എങ്ങനെയാണ്? നമ്മളെങ്ങനെയാ അപ്ലൈ ചെയ്യേണ്ടത്? അത് അവര് വിളിക്കും, ഒരു സമയത്ത് അവർ വിളിക്കും. അത് കൂടുതൽ നടത്തുക വെക്കേഷൻ കാലത്താണ് നടത്തുക. കഴിഞ്ഞ ഈ വെക്കേഷനിലായിരുന്നു, പിന്നെ നമ്മളെ വേനലവധിയില്ലേ, ആ സമയത്താണ് നടത്തുക. അത് ആ സമയത്ത് നമുക്ക് പിന്നെ മാത്രമല്ല നമുക്ക് വേണമെങ്കിൽ സെർച്ച് ചെയ്യാം. നമുക്കിപ്പോ പത്രം വായിച്ചില്ലെങ്കിൽ സാധനം നമുക്ക് കിട്ടണമെന്നില്ല. പക്ഷെ നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് സെർച്ച് ചെയ്യാം. കാരണം അവരുടെ നമ്മളെ കേരള ഫുട്ബോൾ കോച്ച് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ അപ്പൊ അതിൽ കിട്ടും. എന്നിട്ട് അതിലിങ്ങനെ ഓരോ ഇതിന്റെ സാധ്യതകൾ നോക്കും. അപ്പൊ ഏത് സമയത്ത് നോക്കുക, എന്നിട്ട് നമ്മുടെ ആവശ്യമല്ലേ. ശരി ശരി, ഓക്കെ. അപ്പൊ നമ്മൾ ഈ ലൈസൻസുമായിട്ട് മുന്നോട്ട് പോയാൽ മതി, വേറെ സെപ്പറേറ്റ് ആയിട്ട് വേറെ ഒന്നും ചെയ്യണ്ടല്ലോ? അതെ അതെ. ഈ അടുത്ത ലെവലിൽ കൂടി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സാധ്യത നമുക്ക് പുറത്തൊക്കെ പോകാൻ കഴിയും. മനസ്സിലായില്ലേ? പുറത്തു പോകേണ്ട ആവശ്യമില്ല. നമ്മൾ ഫസ്റ്റ് ലെവൽ എത്തി, പിന്നെ നമ്മൾ ഓരോ ലൈസൻസ് എടുക്കുമ്പോൾ നമ്മളെ ലെവലും ഇതും കൂടും, അതെ അതെ, സാധ്യതകളും കൂടും. അങ്ങനെയല്ലേ? ഓക്കെ സാർ, താങ്ക് യു. ഹലോ സാറേ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സാറേ, എൻ്റെ മോന് ഇപ്പോ നീറ്റ് എക്സാം ഉണ്ടല്ലോ, ഫോർ MBBSന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആയിട്ട് ആയിരുന്നു. സ്പോർട്സ് കോട്ടയിൽ കഴിഞ്ഞ വർഷം അവന് 24 റാങ്ക് കിട്ടിയത്. അവന് MBBS വേണമെന്ന് പറഞ്ഞ് അവന് കിട്ടിയില്ല കഴിഞ്ഞ വർഷം. അപ്പൊ ഈ വർഷം അവന് റിപ്പീറ്റ് ചെയ്തപ്പോഴും അവന് മാർക്ക് 462 ആയിട്ടുള്ളൂ. അപ്പോ MBBS ചാൻസ് ഉണ്ടോന്ന് ചോദിച്ചാല് നമുക്ക് കാറ്റഗറി ലിസ്റ്റ് പബ്ലിഷ് ചെയ്താലേ അറിയുള്ളൂ. അപ്പൊ നമുക്ക് അതിനുശേഷം ഫിസിയോതെറാപ്പിയാണ് ഇപ്പൊ സാറിന്റെ ഇതിൽ ഞാൻ കണ്ടെടുത്തോളം നല്ലതായിട്ട് തോന്നുന്നത്. അല്ല, അവന് അത് അവന്റെ താല്പര്യം നോക്കണം. അവന്
MBBS താല്പര്യം, അതേപോലെ നിങ്ങളുടെ പിന്നെ അവന് കപ്പാസിറ്റി അതെല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ എടുക്കാൻ. കാരണം ഒറ്റയടിക്ക് നമ്മൾ അവന് ഫിസിയോതെറാപ്പിയിലേക്ക് ചാടുക എന്നതിലുപരി അവന്റെ ടാലന്റും അവന്റെ സ്പോർട്സ് താരാന്നുള്ളത് ഓൾറെഡി എനിക്ക് മനസ്സിലായി. നിങ്ങളുടെ സംസാരത്തിൽ അവന് കോട്ടയുണ്ടെന്ന് മനസ്സിലായി. ആ പക്ഷെ അത് അവന്റെ ആ, ടാലന്റ് എന്താണ്, അവന്റെ കപ്പാസിറ്റി ഒരു ഫിസിയോതെറാപ്പി ആയിരിക്കലാണോ അല്ല മറ്റു മേഖലയിലേക്ക് അവന്റെ ടാലന്റ് ഉണ്ടോ എന്നത് നമ്മൾ അറിയാതെ ഒറ്റയടിക്ക് പറയാൻ പറ്റില്ലല്ലോ. അല്ല സാറേ, അവന് MBBS തന്നെയാണ് താല്പര്യം. MBBS എടുക്കണം എന്നുള്ള താല്പര്യത്തോടു കൂടി അവന് 2022 BA ഇംഗ്ലീഷ് BSc ഫിസിക്സിന് മമ്പാട് കോളേജിൽ സ്പോർട്സ് കോട്ടയിൽ അഡ്മിഷൻ കിട്ടിയതാണ്. അവന് കേരളൊക്കെ കളിച്ച കുട്ടിയാണ്. അപ്പൊ അവിടെ ചെന്ന് അഡ്മിഷൻ എടുത്ത സമയത്ത് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു സ്പോർട്സ് കോട്ട ആയതുകൊണ്ട് ഫിസിക്സ് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവന് നേരെ അവര് BA ഇംഗ്ലീഷിലേക്ക് മാറ്റി. അങ്ങനെ അവന് ആ ഒരു വർഷം അവിടെ സ്പോർട്സ് കളിച്ച് കഴിഞ്ഞപ്പോഴാണ് അവന് ഇത് വേണ്ട, എനിക്ക് നീറ്റ് അറ്റൻഡ് ചെയ്യണം, MBBS വേണം എന്ന് പറഞ്ഞാൽ അവൻ നീറ്റ് കോച്ചിങ്ങിന് പോയി. അങ്ങനെ കഴിഞ്ഞ വർഷം അവന് നീറ്റ് കിട്ടിയില്ല. ഈ വർഷം അവന് ട്രൈ ചെയ്തു. അപ്പൊ ഇനി നമുക്ക് അറിയൂല കിട്ടോ ഇല്ലേ എന്നുള്ളത്. പക്ഷെ നമുക്ക് പൈസ മാഡം, കൊടുത്ത് അവന് MBBS വാങ്ങിക്കൊടുക്കാൻ കഴിയൂല. അപ്പൊ അത് അവന് നല്ല വീണ്ടും സൂപ്പർ റിപ്പീറ്റിംഗിലേക്ക് പോവണ്ടെന്നുള്ളത് കൊണ്ടാണ് നമ്മളൊരു ഓപ്ഷൻ ഫിസിയോതെറാപ്പി ഇപ്പൊ സാറിന്റെ ഇതിന്ന് നമുക്ക് എടുത്തത്. ഞാനൊരു കാര്യം പറയട്ടെ മേഡം. ആ ബേസിക്കലി അവർ പിന്നെ ഒരു വഴിയിലൂടെ പോയി വന്നു വീണ്ടും നീറ്റിലേക്ക് താല്പര്യമുള്ള കാരണം നിങ്ങൾ ആദ്യം ഇതിന്റെ റിപ്പോർട്ട് വരട്ടെ, നമ്മൾ ആ നീറ്റിന്റെ ഇത് വരട്ടെ. ഉം എന്നിട്ട് നിങ്ങൾ ഒന്ന് സിജി ഇല്ലേ ആ അവിടെ ഒന്നതിന് ശേഷം നിങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമുക്ക് അപ്പോഴും അവന് കൂടെ വരുമ്പോൾ അവന്റെ ടാലന്റ് ഒന്നുകൂടി നോക്കിയിട്ട് എടുക്കുന്നതല്ലേ നല്ലത്. ആണോ? അവിടെ വരണമെങ്കിൽ നമ്മൾ എങ്ങനെ വരണം സാറേ? കോഴിക്കോട് അതോ മലപ്പുറം? ഇത് എവിടെയാണ് മാഡത്തിന്റെ ഇത്? ഇവിടെ നിലമ്പൂര് മലപ്പുറാണ്. അത് പിന്നെ ഇപ്പോ നമ്മുടെ കോർഡിനേറ്റർ ഇപ്പൊ അതിനെ കുറിച്ച് പറഞ്ഞത് എങ്ങനെ വരേണ്ടത്. യെസ് യെസ്, നമുക്ക് മലപ്പുറത്തും ഉണ്ട് കോഴിക്കോടും ഉണ്ട്. ആ അപ്പൊ ആ നമ്മുടെ ഒരു അപ്പോയിന്റ്മെന്റ് എടുത്ത് നിങ്ങൾ വന്നാൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കരിയർ ഗൈഡൻസ് ഇവിടെ കൗൺസിലിംഗ് ഉണ്ട് ഇൻഡിവിജ്വൽ ആയിട്ട്. ആണോ? ഭയങ്കര എന്താ കൺഫ്യൂഷനിലാണ് സാറേ. 3-ാം വർഷമായി അവന്റെ +2 കഴിഞ്ഞിട്ട്. അവന്റെ ഡിഗ്രി BA ഇംഗ്ലീഷ് സെം എക്സാം ഇനി പെൻഡിങ്ങിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഇപ്പൊ നമ്മളെ മുഫീദ് സാറ് പറഞ്ഞ മാതിരി MBA BA ഇംഗ്ലീഷ് കംപ്ലീറ്റ് ചെയ്ത് MBA സ്പോർട്സ് മാനേജ്മെന്റ് ചെയ്യിപ്പിക്കണോ അതോ ഫിസിയോതെറാപ്പി ചെയ്യിപ്പിക്കണോ എന്നുള്ള ഡൗട്ട്സിലാണ്. അത് സാറ് പറഞ്ഞ മാതിരി കുട്ടീന്റെ മനസ്സറിയാതെ നമുക്കത് ചെയ്യിപ്പിക്കാനും വയ്യ. അപ്പൊ അതിന് നല്ലൊരു അഡ്വൈസ് ആവശ്യമാണ്. അപ്പൊ ഞങ്ങൾക്കൊന്ന് വരാൻ വേണ്ടിയുള്ള ഒരു സൗകര്യം പറഞ്ഞു തരുമോ? ഓക്കെ, നിങ്ങൾ ഇൻഡിവിജ്വൽ കരിയർ കൗൺസിലിംഗ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ ഒന്ന് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് വന്നാൽ മതി. ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ചാറ്റ് ബോക്സിലേക്ക് ഇടാം. ബുക്ക് ചെയ്യാനുള്ള ഓക്കെ സാർ. സൈറ്റ് ഉണ്ട്. സൈറ്റ് ഞാൻ ഓക്കെ ചാറ്റ് സാറേ. ബോക്സിലേക്ക് ഷെയർ. ഓക്കെ ഓക്കെ സാറേ, താങ്ക് യു. ഇനി ആർക്കെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ഹലോ സർ, എൻ്റെ പേര് അഫ്സർ ബാബു. ഞാൻ ഹയർ സെക്കൻഡറി അധ്യാപകനാണ്. സാർ, ഇപ്പോൾ ഫിസിയോതെറാപ്പി പോലെയുള്ള കുട്ടികൾക്ക് നേരിട്ട് സ്പോർട്സ് ആൻഡ് ഗെയിംസുമായി ബന്ധപ്പെടാതെ പക്ഷെ അതിനോട് പാഷൻ ഉണ്ട്, അതിൻ്റെ കൂടെ ചേർന്ന് നിൽക്കാൻ പറ്റുന്ന കോഴ്സുകളെ കുറിച്ച്, ബയോസയൻസ് എടുത്താൽ പോകാൻ പറ്റുന്ന കോഴ്സുകളെ കുറിച്ച് പറഞ്ഞല്ലോ. ബയോസയൻസ് അല്ലാത്ത കുട്ടികൾക്ക്, കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ കൊമേഴ്സ്, ആർട്സ് പോലെയുള്ള +1 +2 എടുത്ത കുട്ടികൾക്ക് സ്പോർട്സിനോട് ചേർന്ന് നിൽക്കാൻ പറ്റുന്ന ഡയറക്റ്റ് പിന്നെ പ്ലേ അല്ലാത്ത എന്ത് മേഖലയുണ്ട്? ഏതാ ചെയ്യാൻ പറ്റുക കോഴ്സ്? അതാണ് നമ്മൾ പറഞ്ഞത് സാറേ. ഒന്ന് മാസ് കമ്മ്യൂണിക്കേഷൻ പറഞ്ഞില്ലേ, നമ്മൾ മാസ് ജേർണലിസം പറഞ്ഞു. മാസ് കമ്മ്യൂണിക്കേഷൻ ജേർണലിസം അല്ലാതെ വേറെ ഏതെങ്കിലും ശ്രദ്ധയിലുണ്ടോ? ഇതിൽ നമുക്ക് ഇപ്പൊ നിങ്ങൾ ഈ ഒരു സ്ക്രീനിൽ കാണുന്നില്ലേ, ഈ സ്ക്രീനിൽ നമുക്ക് പ്ലെയർ ആയിക്കൊണ്ടിരിക്കുക നിങ്ങൾ പറഞ്ഞ പോലെ ആക്റ്റീവ് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതാണ്. MBAയിലേക്ക് നമുക്ക് പോകാം. നല്ല സാധ്യതയാണ്. നല്ല സാധാരണ നമുക്ക് പിന്നെ നമുക്കറിയാവുന്നതല്ലേ, പിന്നെ സ്പോർട്സ് മാനേജ്മെന്റ് എന്തുകൊണ്ടും നല്ലൊരു മേഖലയാണ്. അത് പിന്നെ സയൻസ് വേണമെന്നില്ലല്ലോ. പിന്നെ കോച്ച് ആകുകയെന്നുണ്ടെങ്കിലും ഒരു പ്ലെയറിന്റെ ഒരു ബേസ് പോലെ തന്നെയാണ്. പിന്നെ ന്യൂട്രീഷൻ മേഖലയിലേക്ക് നമുക്ക് പോകാന്ന് പറഞ്ഞാൽ +2 സയൻസ് വേണം.
ഫിസിയോതെറാപ്പി ഒരു സ്പോർട്സ് ഉള്ളത് പോലെ സ്പോർട്സ് മെഡിസിൻ ആവുമ്പോൾ മസ്റ്റായിട്ട് നീറ്റ് വേണം. പിന്നെ യോഗ അത് മസ്റ്റായിട്ടുള്ള ഒരു മേഖലയായിട്ടോ ഹൈ സാധ്യതയുള്ള മേഖല യോഗ. നമ്മൾക്ക് തിരിച്ചറിയപ്പെടാത്ത സാധ്യതയാണ്. പിന്നെ യോഗ എന്ന് പറഞ്ഞാൽ നല്ല സാധ്യത ഇനി വരുന്ന കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നല്ല സാധ്യത. സൈക്കോളജിസ്റ്റ് ഉണ്ട് സാറേ, സൈക്കോളജിസ്റ്റ് ആയിക്കാണ്ട് നമുക്ക് പോകാവുന്നതാണ്. ഓക്കെ, താങ്ക് യു സാർ. സാർ ഒരു സംശയം കൂടെ ചോദിക്കട്ടെ സാർ? ഹലോ സാർ. കേൾക്കുന്നുണ്ട് പറയൂ. അയ്യങ്കാളി സ്കൂളിന്റെ പറ്റി പറഞ്ഞായിരുന്നല്ലോ സാറ്, ST മാത്രം. അത് ഹൈസ്കൂൾ തലമാണോ അതോ ഹയർ സെക്കൻഡറിയിലുണ്ടോ? ഹയർ സെക്കൻഡറി ടീച്ചറാണ് ഞാന്. അപ്പൊ ഹയർ സെക്കൻഡറി കുട്ടികൾ ആ ഒരു സ്കൂളിനെ പറ്റി പറഞ്ഞ് ഇനി കൊടുക്കാൻ പറ്റുമോ അതോ ഹൈസ്കൂളിൽ നിന്നുള്ളതാണോ? ഏറ്റവും സംബന്ധം വെച്ചാല് അവിടെ ബേസിക്കലി നമുക്ക് റിക്രൂട്ട്മെന്റിലുള്ള 6 to 7, 7 to 8. സാർ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കാം. 6 to 7, 7 to 8 ക്ലാസ്സിലേക്കാണ് ബേസിക്കലി എടുക്കുന്നത്. പിന്നെ 10 to +1 എടുക്കും. പക്ഷെ 10 to +1 എടുക്കുമ്പോൾ നമ്മളെ കപ്പാസിറ്റി നോക്കും, നമുക്കുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ നോക്കിയിട്ട് എടുക്കാം. ഓക്കെ 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 സാർ, താങ്ക് യു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ ഓക്കെ, മറ്റു ഡൗട്ട്സ് ഇല്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് പിന്നെ അവസാനിപ്പിക്കാം. ആർക്കെങ്കിലും സ്പോർട്സ് യൂണിവേഴ്സിറ്റിയെ കുറിച്ചിട്ട് പറഞ്ഞിരുന്നു, ഞാൻ ഇടയ്ക്കൊന്ന് മിസ്സായിരുന്നു. പഞ്ചാബിലെ സ്പോർട്സ് യൂണിവേഴ്സിറ്റിയെ കുറിച്ച് മെൻഷൻ ചെയ്തിരുന്നു. വയ്ക്കാം. ഹലോ, സ്പോർട്സ് യൂണിവേഴ്സിറ്റികളെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ സാർ. സർ, ഈ സ്പോർട്സ് കോളേജ് പറഞ്ഞുതരാമോ? ക്ലിയർ ആയില്ല കേട്ടോ, ചോദ്യം ക്ലിയർ ആയില്ല. നിങ്ങളുടെ വോയിസ് ക്ലിയർ ആവുന്നില്ല. നമ്മൾ ഇതിന്റെ ഒരു റെക്കോർഡഡ് വീഡിയോ നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഇതിൽ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡഡ് വീഡിയോ കാണാവുന്നതാണ്. മുഫീദ് സർ, ഒരുപാട് നന്നായി, നല്ല പ്രസന്റേഷൻ, നന്നായി പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ മേഖലയിൽ ഉറച്ചു നിൽക്കണം, ഒരുപാട് പേർക്ക് ഗുണം ചെയ്യും. താങ്ക് യു സോ മച്ച്. വെൽക്കം സാർ, വെൽക്കം വെൽക്കം, താങ്ക് യു. സാർ, സ്പോർട്സ് മേഖലയെ കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു കേട്ടോ സാർ. നമുക്കിപ്പോൾ ഹയർ സെക്കൻഡറിയിൽ കരിയർ ഗൈഡായിട്ട് നമ്മൾ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴും എംബെഡ് അല്ലെങ്കിൽ PEd അങ്ങനെ ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറിന് കവിഞ്ഞിട്ട് എനിക്കും അങ്ങനെ ഒന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഒരുപാട് നന്ദി സാർ, താങ്ക് യു സോ മച്ച് സാർ. ഇതിന്റെ സമയത്തിന്റെ പരിമിതിയാണ് നമുക്ക്. ഇത് വൈഡ് ഏരിയ ആണ്, കാരണം നന്നായിട്ട് നമുക്ക് സെലക്ട് ചെയ്ത് നമുക്ക് പിടിച്ചു നിൽക്കാവും. മീൻസ് നമ്മുടെ കുട്ടികൾക്ക് സാധ്യതയും അവരുടെ മാതാപിതാക്കൾക്ക് ഒരു കളിച്ചു നടക്കും മാതാപിതാക്കൾ ഇഷ്ടപ്പെടില്ല. പക്ഷെ അതിന്റെ കരിയറിനെ കൂടി മനസ്സിലാക്കി കഴിഞ്ഞാൽ നല്ല സാധ്യതയാണ്. പക്ഷെ നമുക്ക് ഇത് വൈഡ് ഏരിയ ആയത് കാരണം സമയത്തിന്റെ പരിമിതിയാണ്. കാരണം ഇതൊരു 1/2 ദിവസം ആയിട്ട് എടുക്കേണ്ട മേഖലയാണ്. ഇപ്പൊ യോഗ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ടൈം വളരെ സ്പീഡിലാണ് പറഞ്ഞത്. എനിക്ക് തന്നെ ആത്മസംതൃപ്തി എന്താ പറയാ, എന്നാലും തീർത്തതാ. സിജി ഇതിനു വേണ്ടി നമ്പർ ഒന്ന് പറയാൻ പറ്റുമോ? 999 ഓക്കെ 586 ഓക്കെ 2580. ഞാനൊന്ന് വേണമെങ്കിൽ ഇതിൽ ഡിസ്പ്ലേ ചെയ്യാം. ഓക്കെ, താങ്ക് യു സർ. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഓക്കെ, ഞാൻ ലിങ്ക് തരാം. നിങ്ങൾ
ഓക്കെ, ലിങ്ക് ചാറ്റ് ബോക്സിലേക്ക് ഇടാം. ഓക്കെ, നമുക്ക് പിന്നെ 10:30 ആയിട്ടുണ്ട്. ഏകദേശം നമ്മുടെ അവസാനിപ്പിക്കാനുള്ള സമയമായിട്ടുണ്ട്. ഇനിയും ഡൗട്ട്സ് ഉണ്ടാവും എന്നറിയാം. വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് സിജുവുമായിട്ടൊക്കെ കോണ്ടാക്ട് ചെയ്തുകൊണ്ട് പിന്നെ അതിന്റെ ഡൗട്ട്സ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം. നമുക്ക് കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ ഓഫീസുകളിൽ നമുക്ക് ഇതിന്റെ കരിയർ ഗൈഡൻസ് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ കരിയർ കൗൺസിലേഴ്സ് ഒരു വിഷയത്തിലൊക്കെ അവഗാഹമുള്ള ആളുകൾ തന്നെയാണ്. അപ്പോൾ അവരുമായിട്ട് നിങ്ങൾക്ക് അത്തരത്തിൽ കരിയർ ഗൈഡൻസ്, കരിയർ കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഇതിനുള്ള ലിങ്ക് ചാറ്റ് ബോക്സിൽ നേരത്തെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാം. ഇനി സാറുമായിട്ടും നിങ്ങൾക്ക് പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യാം. ഏതായാലും ഈ ഒരു സെഷൻ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഈ ഒരു സെഷനിൽ പിന്നെ നമ്മൾ ലീഡ് ചെയ്ത പിന്നെ മുഫീദ് സർ വളരെ അവഗാഹത്തോടു കൂടി ഒരു വിഷയത്തിൽ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് കൂടി പിന്നെ ഈ ഒരു അവതരണത്തിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ സ്പോർട്സ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു ആൾ കൂടിയാണ് അദ്ദേഹം. ഏതായാലും ഈ ഒരു പിന്നെ വെൽ പ്രസന്റേഷന് സിജി കരിയർ ഡിപ്പാർട്ട്മെന്റിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഈ ഒരു സെഷൻ നിലവിൽ ഇവിടെ വൈൻഡപ്പ് ചെയ്തതായിട്ട് അറിയിക്കുന്നു. താങ്ക് യു ഓൾ. Thank you, sir. Thank you, sir. താങ്ക് യു സർ.